പക്ഷേ ഇന്ന് ആദ്യത്തെ ഈ ഒരു സെഷനിൽ സ്തോത്രം ഹല്ലേലൂയ, നമ്മൾ ഓരോ പട്ടണത്തിൽ വരുമ്പോൾ ഈ സ്തോത്രം മീറ്റിങ്ങിന്റെ തലക്കെട്ട് ഇറ്റ്സ് എ ബ്ലെസ് തിരുവല്ല, ബ്ലെസ് മീറ്റിംഗ് ആണ്. ഹല്ലേലൂയ. ഒരു പട്ടണത്തിലേക്ക് ദൈവം നമ്മളെ അയക്കുമ്പോൾ ആ പട്ടണത്തിൽ ദൈവത്തിന്റെ അനുഗ്രഹത്തെ തുറന്നു വിടുവാൻ, ദൈവരാജ്യത്തെ തുറന്നു വിടുവാൻ, അവിടെ ദൈവത്തിന്റെ ഒരു ഓൾട്ടറിനെ അത് വീണ്ടും കരുത്തോടെ പണിഞ്ഞെടുക്കുവാൻ ദൈവം നമ്മെ അയച്ചിരിക്കുകയാണ്. നമ്മൾ ഓരോരുത്തരും ദൈവത്തിന്റെ ഓൾട്ടറുകളാണ്. എന്താണ് ഒരു ഓൾട്ടർ? എന്താണ് ഒരു ഓൾട്ടർ? സ്വർഗത്തിന് ഭൂമിയിൽ വെളിപ്പെടുവാനുള്ള ഒരു വേദിയാണ് ഓൾട്ടർ. What is an altar? An altar is a place of interaction. It's a place of exchange, a place of meeting between heaven and earth. അപ്പോൾ നമ്മളിവിടെ ഒരുമിച്ച് കൂടി വന്നിരിക്കുന്നത് തിരുവല്ല പട്ടണത്തിൽ ദൈവത്തിന്റെ ഒരു പ്രയർ ഓൾട്ടറിനെ അടുത്തൊരു നിലവാരത്തിൽ പൊക്കുവാനാണ് നാം വന്നിരിക്കുന്നത്. ഈ പട്ടണത്തിന്റെ ആത്മീയ അന്തരീക്ഷത്തിന്മേൽ ദൈവത്തിന്റെ സ്തോത്രം ഡൊമീനിയനെ കൊണ്ടുവരുവാൻ, ദൈവത്തിന്റെ ആ ഭരണത്തെ, രാജ്യം ദൈവ ഭരണത്തെ കൊണ്ടുവരുവാൻ ദൈവം നമ്മെ കൊണ്ടുവന്നിരിക്കുക. അപ്പോൾ നാം ഒരുമിച്ച് വന്ന് ഈ അധികാരത്തോടെ നാം ഈ പട്ടണത്തിന് വേണ്ടി നാം പ്രാർത്ഥിക്കുമ്പോൾ, ഇടിവിൽ നിൽക്കുമ്പോൾ ഈ പട്ടണത്തിൽ ദൈവത്തിന്റെ ചലനങ്ങൾ നടക്കും. തിരുവല്ലയിൽ ദൈവത്തിന്റെ കണ്ണുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ പട്ടണങ്ങളുമേൽ ദൈവത്തിന്റെ കണ്ണുണ്ടെങ്കിലും അപ്പസ്റ്റോളിക് ലിവിംഗ് ഫെയ്ത്ത് ചർച്ചിനോടുള്ള ബന്ധത്തിൽ ഞാൻ അങ്ങനെ ഒന്ന് പറയുവാൻ ആഗ്രഹിക്കുന്നു. തിരുവല്ല പട്ടണത്തെക്കുറിച്ചുള്ള ഒരു ദൈവത്തിന്റെ ഭാരമാണ് ഈ മീറ്റിംഗിൽ വെളിപ്പെടുന്നത്. കുറെ കാലമായി സ്തോത്രം തിരുവല്ലയിൽ സ്തോത്രം ഇടിഞ്ഞു കിടക്കുന്ന ഓൾട്ടറുകളെ പണിയുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ബ്ലെസ് തിരുവല്ല മീറ്റിംഗ് അങ്ങനെയുള്ള ഒരു മീറ്റിംഗ് ആണ്. ഇവിടുത്തെ ആത്മമണ്ഡലത്തെ തുറക്കുവാൻ, ഇവിടെ ദൈവത്തിന്റെ പ്രവർത്തികളെ തുറന്നു വിടുവാൻ, ദൈവരാജ്യത്തിന്റെ പ്രവർത്തികളെ തുറന്നു വിടുവാൻ ദൈവം തന്റെ മക്കളെ, തന്റെ ദാസിമാരെയും തന്റെ സഭയെ ഈ പട്ടണത്തിൽ ദൈവം എഴുന്നേൽപ്പിച്ചിരിക്കുക. ആമേൻ. ഇത് ദൈവത്തിന്റെ സിഗ്നേച്ചറിന്റെ ഒരു ദിവസമായി, മൈൽ സ്റ്റോൺ ഇൻ ദ ഹിസ്റ്ററി ഓഫ് തിരുവല്ല, അങ്ങനെ ഒരു ദിവസമായി ദൈവം ഇതിനെ മാറ്റും. എസ്കേലിന്റെ പുസ്തകം 22-ാം അധ്യായം സുപരിതമായ ഭാഗമാണ്. പ്രവാചകനോട് ദൈവം സംസാരിക്കുകയും ഇടപെടുന്ന ഭാഗങ്ങളാണ്. എന്താണ് ദൈവം ആഗ്രഹിക്കുന്നത്? സ്തോത്രം. The people of the land have practiced corruption, oppression, and committed adultery, and they have wronged the poor and needy. They have oppressed the sojourner without justice. Hallelujah. കുറെ ആഴ്ചകൾക്ക് മുമ്പേ ബ്ലെസ് തിരുവല്ല മീറ്റിംഗ് പ്ലാൻ ചെയ്തപ്പോൾ ഓരോ പട്ടണത്തിൽ പോകുമ്പോൾ, സ്തോത്രം കോട്ടയം പട്ടണത്തിലായിരുന്നു കഴിഞ്ഞ മാസം. അപ്പോൾ ഇടിഞ്ഞു കിടക്കുന്ന മതിലുകളെ പണിയുവാൻ നെഹെമ്യാവിനെ ദൈവം എഴുന്നേൽപ്പിച്ചതുപോലെ ഫാത്ത എന്ന് പറഞ്ഞ ആ പട്ടണത്തോട് വിളിച്ചു പറയുവാൻ ദൈവം ആവശ്യപ്പെട്ടു. ബ്ലെസ് തിരുവല്ലയിലെ ഈ പട്ടണത്തിലേക്ക് വന്നപ്പോൾ ദൈവത്തിന്റെ ഹൃദയം, റൈസ് അപ്പ് മൈ ഇന്റർസെസേഴ്സ് ഇൻ ദിസ് പ്ലേസ്. നമുക്കൊന്ന് വായിക്കാം 29-ാമത്തെ വാക്യം, എസെക്കിയേലിന്റെ പുസ്തകം 22-ാം അധ്യായം 29-ാമത്തെ വാക്യം. ദേശത്തിലെ ജനം ഞെരുക്കം ചെയ്യുകയും, ദേശത്തിൽ പാർക്കുന്ന ജനം ഞെരുക്കം, ഒപ്രഷൻ, പിടിച്ചുപറിക്കുകയും എളിയവനെയും ദരിദ്രനെയും ഉപദ്രവിക്കുകയും പരദേശിയെ അന്യായമായി പീഡിപ്പിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഒരു ദേശത്തിൽ പാർക്കുന്ന ദേശനിവാസികൾ ദൈവവചനത്തിനും ദൈവകൽപ്പനകൾക്കും ദൈവവ്യവസ്ഥകൾക്കും വിരോധമായി പാപം ചെയ്ത് ദൈവത്തിന്റെ കോപം, ദ wrath of God, ദൈവത്തിന്റെ കോപവും ന്യായവിധിയും വരുന്ന അങ്ങനെയുള്ള ഒരു അവസ്ഥയാണ്. ദിസ് ഈസ് ദ ഇനിക്വിറ്റി ഓഫ് ദ ലാൻഡ്. ഒരു ദേശത്തിന്റെ അതിക്രമവും അകൃത്യവുമാണ്. ദിസ് ഈസ് ദ ഇനിക്വിറ്റി ഓഫ് ദ ലാൻഡ്. സോദോം ഗൊമോറയിൽ പാപം പെരുകിയപ്പോൾ ദൈവം എന്ത് ചെയ്തു? ദൈവം ന്യായം വിധിക്കുവാൻ ആ പട്ടണത്തിലേക്ക് ഇറങ്ങി വന്നു. എത്ര പേർക്ക് ആ ഭാഗമൊക്കെ അറിയാം? അപ്പോൾ ഓരോ പട്ടണത്തിന്മേലും ദൈവം തന്റെ കരുണ വെളിപ്പെടുത്തുവാൻ, തന്റെ രാജ്യം വെളിപ്പെടുത്തുവാൻ, തന്റെ സ്നേഹം, സമാധാനം, തന്റെ രക്ഷ വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ അവിടുത്തെ ജനം പാപം ചെയ്ത് തുടർന്നാൽ, രക്തച്ചൊരിച്ചിലുകൾ ഉണ്ടായാൽ, ഇവിടെ പറഞ്ഞിരിക്കുന്ന പോലെ അവർ പാവപ്പെട്ടവരെ ഒപ്രസ് ചെയ്താൽ, അന്യാരാധനകൾ കൊണ്ട് ആ സ്ഥലത്തെ അവര് മലിനപ്പെടുത്തിയാൽ, if they pollute the land with adultery, with spiritual adultery, immorality, with injustice, അപ്പോൾ ദൈവം പറയുക, ഹല്ലേലൂയ, ദൈവത്തിന്റെ ഹൃദയം ദുഃഖിക്കും, ഭാരപ്പെടും. ഒരു അളവിൽ ആ പാപം കൂടുമ്പോൾ, സ്തോത്രം, ഹല്ലേലൂയ, പിന്നെ ദൈവം എന്ത് ചെയ്യും? ആ പട്ടണത്തെ ന്യായം വിധിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് ദൈവം നിർബന്ധിതനായി തീരും. പഴയ നിയമത്തിൽ നമുക്കത് ഒത്തിരി കാണാം. പുതിയ നിയമത്തിൽ തന്നെ പുത്രനായ യേശുവിലൂടെ, സ്തോത്രം, ഹല്ലേലൂയ, നമുക്ക് കരുണ ലഭിക്കുവാൻ, നമ്മുടെ പാപങ്ങൾ ക്ഷമിച്ചു കിട്ടുവാൻ, നമ്മുടെ ദേശങ്ങൾ സൗഖ്യമാകുവാൻ, so that there will be healing in the land. അപ്പോൾ 29-ാമത്തെ വാക്യത്തിൽ നാം ആ ദേശത്തെ ജനത്തിന്റെ അകൃത്യങ്ങൾ, പാപങ്ങൾ, അതിക്രമങ്ങൾ നമ്മൾ കണ്ടു. പിന്നെ 30-ാമത്തെ വാക്യം, യെസ്, ഞാൻ ദേശത്തെ നശിപ്പിക്കാതെ വണ്ണം, ഞാൻ ദേശത്തെ എന്ത് ചെയ്യും? നശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ഹൃദയമല്ല നശിപ്പിക്കുക, ഇത് ന്യായവിധിയാണ്. പാപം പെരുങ്ങുമ്പോൾ ദൈവത്തിന് എന്ത് ചെയ്യണം? അതിനെ ദൈവം നീതിമാനായതുകൊണ്ട്, വിശുദ്ധനായതുകൊണ്ട്, then he has to judge that which is false and wrong. Hallelujah.
അപ്പോൾ ദേശത്തെ നശിപ്പിക്കാതിരിക്കേണ്ടതിന് അതിന് മതിൽ കെട്ടി എന്റെ മുമ്പാകെ ഇടിവിൽ നിൽക്കേണ്ടതിന് ഒരു പുരുഷനെ ഞാൻ അവരുടെ ഇടയിൽ അന്വേഷിച്ചു. അപ്പോൾ God wants to show mercy. ദൈവത്തിന് ഒരു പട്ടണത്തിൽ ദൈവത്തിന്റെ ജീവനെ കൊണ്ടുവരണം. ആ പട്ടണത്തിലുള്ള ജനം ദൈവത്തിലേക്ക് തിരിയണം, മാനസാന്തരപ്പെടണം, ദൈവത്തെ അറിയണം. God wants his people to come back to him. പക്ഷേ പാപം പെരുകിയിരിക്കുകയാണ്. No one is there to take responsibility. ഉത്തരവാദിത്തം എടുക്കുവാൻ, ദൈവത്തിലേക്ക് തിരിയുവാൻ. അപ്പോൾ ദൈവം പറയുക അതിന് മതിൽ കെട്ടി. ഇതിപ്പോ തിരുവല്ല പട്ടണമാണെങ്കിൽ കർത്താവേ സ്തോത്രം, ഹല്ലേലൂയ, ഈ പട്ടണത്തിന്മേൽ കർത്താവേ അങ്ങയുടെ കരുണ വെളിപ്പെടട്ടെ. 2000 വർഷങ്ങളിൽ മുമ്പേ കർത്താവേ കാൽവറിയിൽ അങ്ങ് കർത്താവേ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും ഈ തിരുവല്ല പട്ടണത്തിനും ഭാരതദേശത്തിനും വേണ്ടി കർത്താവേ അങ്ങ് ആ വില കൊടുത്തു. പഴയ നിയമത്തിൽ അവര് ദൈവം ചെയ്യുവാൻ പോകുന്ന കാര്യത്തെ മുൻ കണ്ട് ദൈവത്തിന്റെ കരുണയിൽ ആശ്രയിച്ച് കരുണ തോന്നണമേ, ഹാവ് മെർസി. ഹല്ലേലൂയ. 2000 വർഷങ്ങൾ കഴിഞ്ഞ് ക്രൂശിൽ കർത്താവിന്റെ ആ യാഗം നമുക്ക് വേണ്ടി ദൈവം നിവർത്തിച്ച് ആ കരുണ വെളിപ്പെടുത്തി. ഇപ്പൊ കരുണ വെളിപ്പെടണമേ അല്ല, കരുണ ദൈവം ക്രൂശിൽ വെളിപ്പെടുത്തു തന്റെ പുത്രനിലൂടെ. Now we take that mercy and say, God, we receive that mercy. Hallelujah. 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 നമ്മുടെ പട്ടണത്തിന്മേൽ ഇതൊരു വ്യക്തിയോടുള്ള ബന്ധത്തിലായിരിക്കാം, ഒരു കുടുംബത്തോട്, ഒരു കമ്മ്യൂണിറ്റിയോടുള്ള രീതിയിൽ we can take responsibility. 30ാമത്തെ വാക്യം നമുക്ക് ഒന്നുകൂടെ വായിച്ച് കേൾക്കാം. I searched for a man. നോക്കിയേ, ദൈവം പറയുക, I searched for a man among them who would build up the wall and stand in the gap before me in the land, for the land, so that I would not destroy it. ഞാൻ ദേശത്തെ നശിപ്പിക്കാതെ വണ്ണം അതിന് മതിൽ കെട്ടി എന്റെ മുമ്പാകെ ഇടിവിൽ നിൽക്കേണ്ടത്. നോക്കിയേ, അതിന്റെ മുമ്പിൽ മതിൽ കെട്ടി. നോക്കിയേ, ദൈവം പറയും ഒന്ന് മതിൽ കെട്ടി. No, with all judgment, Lord, we ask for mercy. We ask for divine interventions. നെഹമായ ഉത്തരവാദിത്തം ഏറ്റെടുത്തതുപോലെ ഡാനിയേൽ തന്റെ ജനത്തിന്റെ പാപം, തന്റെ പിതാക്കന്മാരുടെ പാപം, ദേശത്തിന്റെ അകൃത്യമൊക്കെ ഏറ്റെടുത്ത് God. ആ കാര്യം ഒന്ന് ഉയർത്തി പറയാം. നമ്മുടെ കുടുംബത്തിന് നമ്മുടെ മക്കളുടെ ആവശ്യമൊക്കെ ഉണ്ട്. ഹല്ലേലൂയ. പക്ഷേ നമ്മൾ നമ്മുടെ ആവശ്യങ്ങൾക്ക് അപ്പുറമായി നാം ദൈവത്തിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മളെ കൊടുത്താൽ, ദൈവരാജ്യത്തിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ ഹൃദയവും സമയം കൊടുത്താൽ, നാം പോലും അറിയാതെ നമ്മുടെ വിഷയങ്ങളിൽ ദൈവത്തിന്റെ കരപ്രവൃത്തികൾ വെളിപ്പെടുവാൻ തുടങ്ങും. ദൈവത്തിന്റെ ബിസിനസ്സിൽ നമ്മൾ ആയിരുന്നാൽ, then God will take care of our business. Hallelujah. Jesus. When we take care of God's work, God will take care of our work. Amen. Amen. Hallelujah. 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 I searched for a man among them who would build up the wall and stand in the gap before me for the land, so that I would not destroy it, but I found no one. ഞാൻ ദേശത്തെ നശിപ്പിക്കാതെ വണ്ണം അതിന് മതിൽ കെട്ടി എന്റെ മുമ്പാകെ ഇടിവിൽ നിൽക്കേണ്ടതിന് ഒരു പുരുഷനെ ഞാൻ അവരുടെ ഇടയിൽ അന്വേഷിച്ചു, ആരെയും കണ്ടില്ലതാനും. ആരെയും കണ്ടില്ലതാനും. So God is looking for intercessors. God is looking for those who can bridge the gap. ആ ഗ്യാപ്പിനെ ഒന്ന് ബ്രിഡ്ജ് ചെയ്യുവാൻ. ആമേൻ. ഹല്ലേലൂയ. തിരുവല്ലയും അതിന്റെ പൂർണ്ണതയും തിരുവല്ലയും അതിന്റെ നിവാസികളും യഹോവയ്ക്ക് ഉള്ളതാകുന്നു. ഹല്ലേലൂയ. അവസാനത്തെ 2 വാക്കുകൾ. വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവീൻ. തിരുവല്ലയിലെ വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുക. തിരുവല്ലയിലെ പണ്ടേയുള്ള കഥകളെ ഉയർന്നിരിപ്പീൻ. തിരുവല്ലയിലെ പണ്ടേയുള്ള കഥകളെ ഉയർന്നിരിപ്പീൻ. മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ. ഒന്ന് വീശി പറയാം, മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ. മഹത്വത്തിന്റെ രാജാവാ സൈന്യങ്ങളുടെ യഹോവ തന്നെ അവനാകുന്നു മഹത്വത്തിന്റെ രാജാവ്. ആമേൻ. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. 77-ാം സങ്കീർത്തനം അതിന്റെ 14-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. തുടർന്ന് 86-ാമത്തെ സങ്കീർത്തനം 10-ാമത്തെ വാക്യവും കൂടെ നമുക്ക് വായിക്കാം. ഹല്ലേലൂയ. നമ്മുടെ ദൈവം ആരാണ്? Who is our God? നമ്മുടെ ദൈവം ആരാണ്? ഹല്ലേലൂയ. സങ്കീർത്തനക്കാരൻ സ്തോത്രം ദൈവത്തെ രുചിച്ചറിഞ്ഞ് തന്റെ ജനത്തോട് പ്രബോധിപ്പിക്കുന്ന ഭാഗങ്ങളാണ്. The book of Psalm 77 and verse 14. നീ അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവമാകുന്നു. നോക്കിയേ, സ്തോത്രം സങ്കീർത്തനക്കാരൻ പറയുകയാണ്, നീ അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവമാണ്. You're a God who performs miracles and wonders. Anybody needs miracles and wonders? ഇന്ന് പകൽക്കാലം ആർക്കെങ്കിലും അത്ഭുതങ്ങളുടെ ആവശ്യമുണ്ടോ? ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ നിങ്ങളൊന്ന് വീക്ഷണമേ. ഇന്നൊരു അത്ഭുതം ആവശ്യമുണ്ട്. എന്താണ് ഒരു അത്ഭുതം? മനുഷ്യന്റെ അസാധ്യതകളിൽ ദൈവത്തിന്റെ കരം വെളിപ്പെടുന്നതാണ് ഒരു അത്ഭുതം. When you are on a crossroads and you don't have a way forward, you are stuck, you don't know which way to go,
And into that impossibility, when God's hand comes, that's what we call an impossible. That's what we call a miracle. Terminal stage 4 cancer ആയി, കീമോ സഹായിക്കില്ല, റേഡിയോതെറാപ്പി സഹായിക്കില്ല, ലോകത്തിന്റെ ഒരു വൈദ്യശാസ്ത്രത്തിനും സഹായിക്കുവാൻ കഴിയുകയില്ല. അങ്ങനെ ഒരു ഇമ്പോസിബിൾ റിപ്പോർട്ട് ആയിരിക്കാം നമ്മുടെ മേൽ ഹാങ് ചെയ്യുന്നത്. But our God is a God of miracles. Amen. Amen. വർഷങ്ങളായി നമ്മൾ സ്തോത്രം ഒരു കാര്യത്തിന് വേണ്ടി ശ്രമിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്, ഒരു വിഷയത്തിന് വേണ്ടി ഒരു നീക്കുപോക്ക് ആഗ്രഹിക്കുകയാണ്. നമുക്ക് ചെയ്യാൻ കഴിയുന്നതെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്, പക്ഷേ മുമ്പോട്ട് പോകുന്നില്ല. ഇന്ന് പകൽക്കാലം that miracle will find you. ഇന്ന് പകൽക്കാലം നിങ്ങളുടെ ആ ജീവിതത്തിന്റെ അവസ്ഥയിലേക്ക് ദൈവത്തിന്റെ ആ മിറക്കിൾ, ദൈവത്തിന്റെ ആ കരം നിങ്ങളെ ലൊക്കേറ്റ് ചെയ്യും. ഇന്ന് if you want to be located by God, hallelujah, ആ കരം ഉയർത്തി പറയാം, hallelujah, my God is a God of miracles. നമ്മുടെ ദൈവമോ അത്ഭുതങ്ങളുടെ ദൈവം. അതെ, വായിക്കാം. നീ അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവമാകുന്നു, നീ അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവമാകുന്നു. നിന്റെ ബലത്തെ നീ ജാതികളുടെ ഇടയിൽ വെളിപ്പെടുത്തി, നിന്റെ ബലത്തെ നീ ജാതികളുടെ ഇടയിൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. You have revealed your strength in the midst of your people. So you're a God. Psalms 86 and verse 10. നീ വലിയവനും അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവനുമല്ലോ. നോക്കിയേ, സംഗീതകാരൻ വീണ്ടും പറയുന്നു, നീ വലിയവനും അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നവനും അല്ലോ അല്ലോ. നീ മാത്രം ദൈവമാകുന്നു. നീ മാത്രം ദൈവമാകുന്നു. ഒരു പ്രാവശ്യം വാക്യം ഒന്ന് വായിച്ചു കേൾക്കാം. നീ വലിയവനും അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവനുമല്ലോ. നീ വലിയവനും അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവനും അല്ലോ അല്ലോ. നീ മാത്രം ദൈവമാകുന്നു. നീ മാത്രം ദൈവമാകുന്നു. For you are great and you do miracles so great. You do wondrous deed. You alone are God. You are great. ഒന്ന് പറയാം, you are great and you do wondrous deeds. You do miracles so great. You alone are God. ഇന്ന് പകൽക്കാലം ഈ അന്തരീക്ഷം ദൈവം ആരാണോ നമ്മളത് പ്രഖ്യാപിക്കും തോറും, അംഗീകരിക്കും തോറും, അത് ഉയർത്തും തോറും, even as we acknowledge and exalt and magnify who God is, the God of miracles, the miracle working power of God begins to work and move. പരിശുദ്ധാത്മാവ് അത്ഭുതത്തിന്റെ ദൈവമായി അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന പരിശുദ്ധ ആത്മാവിന്റെ പ്രവൃത്തികൾ ഇന്ന് പകൽക്കാലം നമുക്ക് നമ്മുടെ മധ്യത്തിൽ നടക്കുകയാണ്. ആമേൻ. ഇയ്യോബിന്റെ പുസ്തകം 9-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യം കൂടെ നമുക്കൊന്ന് വായിക്കാം. ഇയ്യോബിന്റെ പുസ്തകം 9-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യം. ബൈബിളിൽ ഏറ്റവും ആദ്യത്തെ പുസ്തകം എന്താണ്? ഉൽപ്പത്തി പുസ്തകമാണെങ്കിലും ഉൽപ്പത്തി മോശയാണ് ഉൽപ്പത്തി പുസ്തകം എഴുതിയത്. 5 ഗ്രന്ഥങ്ങൾ എഴുതിയിരിക്കുന്നത്. പക്ഷെ മോശയുടെ മുമ്പിൽ ജീവിച്ചൊരു മനുഷ്യനാണ് ഇയ്യോബ്. അതുകൊണ്ട് വേദശാസ്ത്രജ്ഞന്മാർ പറയുന്നത് the first book that was written was the book of Job. Hallelujah. ന്യായപ്രമാണങ്ങളൊക്കെ വരുന്നതിന് മുമ്പേ ജീവിച്ച ഒരു മനുഷ്യനാണ് ഇയ്യോബ്. ഇയ്യോബ് ദൈവത്തെക്കുറിച്ച് മനസ്സിലാക്കിയ ഒരു ഭാഗം. അവൻ ആരാഞ്ഞുകൂടാത്ത വൻ കാര്യങ്ങളെയും എണ്ണമില്ലാത്ത അത്ഭുതങ്ങളെയും ചെയ്യുന്നു. ദൈവം ആരാണ്? ആരാഞ്ഞുകൂടാത്ത അത്ഭുതങ്ങളെയും എണ്ണമില്ലാത്ത അത്ഭുതങ്ങളെയും. ഇംഗ്ലീഷ് ഒന്ന് വായിക്കാം അങ്കിൾ. യു കൻ റീഡ് ഇൻ ഇംഗ്ലീഷ് ടു. ഹു ഈസ് ഗോഡ്? ദൈവം ആരാണ്? Who does great things beyond searching out. Who does great things beyond searching out. And marvelous things beyond number. And marvelous things beyond number. നമ്മുടെ ദൈവം ആരാണ്? അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം സ്തോത്രം, നിങ്ങൾ ഭാരപ്പെടുന്ന ആ വിഷയത്തിന് മേൽ ഒരു ദൈവ പ്രവൃത്തി വെളിപ്പെടും നിശ്ചയം. അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായം 22-ാം വാക്യത്തിൽ പത്രോസ് അപ്പോസ്തലൻ, ഹല്ലേലൂയ, പരിശുദ്ധാത്മാവ് പകരപ്പെട്ടപ്പോൾ യേശുവിനെ പരിചയപ്പെടുത്തുന്ന വാക്കുകൾ നമുക്ക് ഒന്ന് കേൾക്കാം. സ്തോത്രം, ഹല്ലേലൂയ. യേശു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായവനാണ്. ജീസസ് ക്രൈസ്റ്റ് ഈസ് ദ സെയിം യെസ്റ്റർഡേ ടുഡേ ആൻഡ് ഫോർ എവർ. പരിശുദ്ധാത്മാവ് പകരപ്പെട്ടപ്പോൾ മാളികമുറിയിൽ 120 പേരുടെ മേൽ ആദ്യത്തെ പ്രാവശ്യം പരിശുദ്ധാത്മാവ് പകരപ്പെട്ടപ്പോൾ പരിശുദ്ധാത്മാവ് പൂർണ്ണനായി പത്രോസ് അപ്പോസ്തലൻ പറഞ്ഞ യേശുവിനെ കുറിച്ച് പറഞ്ഞ ആ വാക്കുകൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ഇസ്രായേൽ പുരുഷന്മാരെ, men of Israel, ഈ വചനം കേട്ടുകൊള്ളുവിൻ. listen to these words. നിങ്ങൾ തന്നെ അറിയും പോലെ ദൈവം അവനെ കൊണ്ട് നിങ്ങളുടെ നടുവിൽ ചെയ്യിച്ച ശക്തികളും അത്ഭുതങ്ങളും അടയാളങ്ങളും ദൈവം നിങ്ങൾക്ക് കാണിച്ചു തന്ന പുരുഷനായ നസ്രായനായ യേശുവിനെ നിങ്ങൾക്ക് അറിയാം. Men of Israel, listen to these words. Jesus the Nazarene, a man attested, approved. പുരുഷനായ നസ്രയനായ യേശുവിനെ ദൈവം തന്റെ സ്ഥിരനിർണയത്താലും മുന്നറിവിനാലും ഏൽപ്പിച്ചിട്ട്
നിങ്ങൾ അവനെ അധർമ്മികളുടെ കൈയാൽ തറപ്പിച്ചു കൊന്നു. ദൈവമോ മരണപാശങ്ങളെ അഴിച്ചിട്ട് അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ച് മരണം അവനെ പിടിച്ചു വയ്ക്കുന്നത് അസാധ്യമായതുകൊണ്ട് ഞാൻ കർത്താവിനെ എപ്പോഴും എന്റെ മുമ്പിൽ കണ്ടിരിക്കുന്നു. Amen. Hallelujah. Praise God. 22ാമത്തെ വാക്യം ഞാൻ വീണ്ടും ഇംഗ്ലീഷിൽ വായിക്കാം. Men of Israel, listen to these words. Jesus the Nazarene, a man attested to you by God with miracles, with wonders and signs which God performed through him in your midst, just as you yourselves know. യേശു എന്ന് പറയുമ്പോൾ യേശുവിനോട് കൂടെ ചേർന്ന് വരുന്നത് എന്താണ്? Miracles, signs and wonders. You know Jesus, a man who was attested, signatured by God. ആ നാമം എടുക്കുമ്പോൾ എന്താ അവിടെ ഉള്ളത്? അത്ഭുതങ്ങളും എന്ന് പറയാം, അത്ഭുതങ്ങളും അടയാളങ്ങളും ദൈവപ്രവൃത്തികളും. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ആ കരം ഒന്ന് ഉയർത്തി യേശുവേ എന്ന് വിളിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അത്ഭുതങ്ങളും അടയാളങ്ങളും ദൈവപ്രവൃത്തികളും. സോ ഗെറ്റ് റെഡി ഫോർ യുവർ മിറക്കിൾ. ഈ വചനം പറയുമ്പോൾ തന്നെ അത്ഭുതങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആമേൻ, ആമേൻ. ആ പൈശാചിക നുഖങ്ങൾ തകരും. അഭിഷേകം എന്താ ചെയ്യുന്നത്? നുഖങ്ങൾ എന്ത് ചെയ്യും? തകർത്ത് കളയും. The anointing, somebody say the anointing. Break it, destroy it, the yoke. യോഹന്നാന്റെ സുവിശേഷം, സ്തോത്രം, ഹല്ലേലൂയ, 20ാമത്തെ അധ്യായം അതിന്റെ 30-31ാമത്തെ വാക്യം. യോഹന്നാൻ, അപ്പോസ്തലനായ യോഹന്നാൻ, യേശുവിന്റെ മാർവിൽ കിടന്ന യേശുവിന്റെ പ്രിയ ശിഷ്യനായ യോഹന്നാൻ ഈ ലേഖനം എഴുതുമ്പോൾ യോഹന്നാന്റെ ഹൃദയത്തിൽ, സ്തോത്രം, വലിയ ഒരു ഉദ്ദേശമുണ്ട്, ലക്ഷ്യമുണ്ട്. There's a great purpose why John wrote gospel. ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതല്ലാതെ മറ്റനേകം അടയാളങ്ങളും യേശു തന്റെ ശിഷ്യന്മാർ കാണുക ചെയ്തു. എന്നാൽ യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിന് വിശ്വസിച്ചിട്ട് അവന്റെ നാമത്തിൽ നിങ്ങൾക്കും ജീവൻ ഉണ്ടാകേണ്ടതിനും ഇത് എഴുതിയിരിക്കുന്നു. അപ്പോസ്തലനായ യോഹന്നാൻ, ജോൺ ദി അപ്പോസ്റ്റൽ, എന്താ ചെയ്യുന്നത്? 7 അത്ഭുതങ്ങളെ എടുക്കുകയാണ്. യോഹന്നാൻ പറയുകയാണ്, യേശു ചെയ്ത അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, വീര്യപ്രവർത്തികൾ, ദൈവപ്രവർത്തികൾ, അത് വർണ്ണിക്കുവാൻ അസാധ്യമാണ്. 3.5 വർഷക്കാലം കൊണ്ട് യേശുവിന്റെ ജീവിതത്തിലൂടെ വെളിപ്പെട്ട അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, ദൈവപ്രവർത്തികൾ, പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തികൾ, അത് അവർണ്ണനീയമാണ്. ലോകത്തിന്റെ എല്ലാ പുസ്തകങ്ങളും നാം എഴുതാൻ നോക്കിയാൽ പോലും, അന്നത്തെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ, ആ പുസ്തകങ്ങൾ എഴുതി തീർക്കുവാൻ കഴിയുന്നതിനെക്കാട്ടിൽ കൂടുതൽ. So who is Jesus? He is the master of miracles, signs and wonders. Hallelujah. അപ്പോൾ 3.5 വർഷക്കാലം കൊണ്ട് യോഹന്നാൻ അപ്പോസ്തലൻ പറയുകയാണ്, യേശുവിന്റെ ജീവിതത്തിൽ നിന്ന് അനേക അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, വീര്യപ്രവർത്തികൾ ഒഴുകി. അതെല്ലാം എനിക്ക് വർണ്ണിക്കുവാൻ സമയമില്ല, പുസ്തകം തീരുകയില്ല. പക്ഷെ അതിൽ നിന്ന് യോഹന്നാൻ എന്താ ചെയ്യുന്നത്? 7 അത്ഭുതങ്ങളെ എടുക്കുന്നു. He takes 7 miracles, 7 അത്ഭുതങ്ങൾ എടുത്ത്, അത്ഭുതങ്ങളെ വെറും അത്ഭുതവും ദൈവപ്രവൃത്തികളുമായിട്ടല്ല, അത് അടയാളങ്ങളായി, സ്തോത്രം, ഹല്ലേലൂയ, പരിശുദ്ധാത്മാവ് യോഹന്നാനോട് പറഞ്ഞ് എഴുതി നമുക്ക് വേണ്ടി വെച്ചിരിക്കുകയാണ്. The 7 signs. Somebody say the 7 signs that Jesus performed. അപ്പോൾ ഈ അടയാളങ്ങളിലൂടെ, ഈ ദൈവപ്രവൃത്തികളിലൂടെ എന്താണ് പരിശുദ്ധാത്മാവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? അത് നമുക്ക് ഒരു ഗുണപാഠമാണ്. യേശു ആരാണെന്നും, യേശു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായതുകൊണ്ട് തന്നെ ആരെങ്കിലും ഈ വചനം വിശ്വസിച്ചാൽ പിന്നെന്താ അവരുടെ ജീവിതത്തിൽ നടക്കുന്നത്? അവർ യേശു ആരാണെന്ന് തിരിച്ചറിയും. ഈ അടയാളങ്ങൾ എന്തിനാണ് എഴുതിയിരിക്കുന്നത്? യേശു മെഷിഹ ആണെന്ന്, യേശു ക്രിസ്തു ആണെന്ന്, അല്ലേ? 30ാമത്തെ വാക്യം, 31ാമത്തെ വാക്യം നമ്മൾ വായിക്കാം. എന്നാൽ യേശു ദൈവപുത്രനായ ക്രിസ്തു. Somebody say, who is Jesus? He is Christ, the Son of God. Amen. Christ, Christos എന്ന് പറഞ്ഞാൽ anointed. Somebody say anointed. ദൈവത്താൽ അഭിഷേകം ചെയ്യപ്പെട്ട മെഷിഹ. He is the master, യജമാനനാണ്. He is the anointed. He is the anointed. അഭിഷിക്തനായ യേശു, മെഷിഹ ആയിരിക്കുന്ന യേശു, ദൈവത്തിന്റെ പുത്രനായ യേശു എന്ന് നിങ്ങൾ വിശ്വസിക്കുവാനാണ് ഇത് എഴുതിയിരിക്കുന്നത്. ഇത് വിശ്വസിച്ചാൽ നിങ്ങൾക്ക് എന്ത് സംഭവിക്കും? നിങ്ങൾക്ക് ജീവൻ വെളിപ്പെടും. ഹല്ലേലൂയ. നിങ്ങളുടെ ദേഹി ആത്മാവിൽ ദൈവത്തിന്റെ ജീവൻ, ആർക്കും തടയുവാൻ കഴിയാത്ത ദൈവത്തിന്റെ നിത്യജീവൻ, ഗ്രീക്ക് ഭാഷയിൽ ദ സോയെ ലൈഫ്, ആർക്കും തടയുവാൻ, തടസ്സപ്പെടുത്തുവാൻ, ആർക്കും നിർത്തുവാൻ കഴിയാത്ത ദൈവത്തിന്റെ ജീവൻ. ഹല്ലേലൂയ, ആമേൻ.
എന്തിനാണ് ഈ അടയാളങ്ങൾ യോഹന്നാൻ എഴുതുന്നത്? നിങ്ങൾ യേശു ക്രിസ്തു എന്നറിയുവാൻ. Somebody say Jesus is the anointed one. Jesus is the anointed one. മെഷിഹ. യേശു മെഷിഹയാണ്. യേശു ആരാണ്? ഒരു മതം പ്രചരിപ്പിക്കാൻ വന്ന ഒരു പണ്ഡിതനോ ഗുരുവോ അല്ല. യേശു മെഷിഹയാണ്. ക്രിസ്തോസ് ദൈവത്താൽ അഭിഷേകം ചെയ്യപ്പെട്ടവനാ. ഒന്ന് പറയാം, the anointing. യേശു ആരാണ്? The anointed. അഭിഷേക്തനാണ്. അഭിഷേകം ചെയ്യുവാൻ കഴിയുന്നവനാണ്. അഭിഷേകം എന്താ ചെയ്യുന്നത്? അഭിഷേകം എന്താ ചെയ്യുന്നത്? അത് നുകങ്ങളെ തകർത്ത് കളയും, അത് ചുവടുകളെ എടുത്തു കളയും. അതുകൊണ്ട് ഇന്ന് അച്ഛന്റെ നുകങ്ങളെ കട്ട് ചെയ്ത് കളയുക. ആ ഭാരത്തെ ഇന്ന് ഫ്രീ ആയി ഭവനത്തിലേക്ക് പോകുമ്പോൾ നാളുകൾ സ്തോത്രം കറങ്ങി നടന്ന വിഷയങ്ങളുടെ മേൽ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടും. അതൊരു അടയാളമായി തീരും. ഇന്നും യേശു ജീവിക്കുന്നുവെന്നും ഈ വചനത്തിന് പവർ ഉണ്ടെന്നും അത് വെളിപ്പെട്ട് വരുവാൻ ഇടയായിത്തീരും. ഇതാരുടെയൊക്കെയോ മല പോലുള്ള വിഷയങ്ങളുടെ മേൽ കർത്താവിന്റെ കരം വെളിപ്പെട്ട് വരികയാണ്. അതുകൊണ്ട് നിങ്ങളൊന്ന് വിശ്വസിക്കണേ. യോഹന്നാൻ പറയുക, ഞാൻ ഇത് എഴുതി പിടിപ്പിച്ചത്, ഇത് എഴുതി പിടിപ്പിക്കുന്നത്, ഇത് നിങ്ങൾക്ക് എന്തിനാ എഴുതി പിടിപ്പിക്കുന്നത്? നിങ്ങളത് യേശു ദൈവപുത്രൻ എന്ന് നിങ്ങൾ അറിയേണ്ടതിന്, നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും. നിങ്ങൾ വിശ്വസിക്കണം. ഈ വചനം പ്രസംഗിക്കപ്പെടുന്നത് എന്തിനാണ്? വിശ്വസിക്കണം എന്ന് പറഞ്ഞ വിശ്വസിക്കണം. വിശ്വസിക്കുമ്പോൾ എന്ത് സംഭവിക്കും? റലം തുറക്കും എന്ന് പറഞ്ഞ റലം തുറക്കും. അത്ഭുതത്തിന്റെ വാതിൽ തുറക്കും. സൗഖ്യം നടക്കും. ഈ 7 അത്ഭുതങ്ങളെ കുറിച്ച് പെട്ടെന്ന് ഞാനൊന്ന് വർണ്ണിക്കാൻ പോവുകയാണ്. അതിൽ നിന്ന് 6ാമത്തെ അത്ഭുതമാണ് ഇന്ന് ദൈവം ദൂതായി തന്നിരിക്കുന്നത്. 7 അടയാളങ്ങളിൽ 6ാമത്തെ അടയാളം ഒരു മഹാ അടയാളമാണ്, ഒരു മഹാ അത്ഭുതമാണ്. ഈ പട്ടത്തോടുള്ളത് ദൈവത്തിന്റെ ദൂതാണ്. അപ്പോൾ ഈ വചനം കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളത്തിൽ ഞാനത് വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. നിങ്ങൾ വിശ്വസിച്ചാൽ അഭിഷേകത്തിന്റെ പ്രവൃത്തി നടക്കും. യേശു ആരാണ്? മതം പഠിപ്പിക്കാൻ വന്നൊരു വ്യക്തിയല്ല. നല്ല ഉപദേശങ്ങൾ പഠിപ്പിക്കാൻ വന്നൊരു വ്യക്തിയല്ല. യേശു ആരാണ്? അത്ഭുതം. യേശു ആരാണ്? അടയാളം. യേശു ആരാണ്? ദൈവപ്രവൃത്തി. യേശു ആരാണ്? പൈശാചിക പ്രവൃത്തികളെ കട്ട് ചെയ്ത് കളയുന്ന അഭിഷേകം. ഈ 7 അടയാളങ്ങൾ വർണ്ണിക്കുമ്പോൾ അതൊരു അത്ഭുത പ്രവൃത്തിയായതുപോലെ ഇന്ന് ആരുടെയൊക്കെയോ ജീവിതത്തിൽ നിങ്ങൾക്ക് മറക്കുവാനാകാത്ത ഹല്ലേലൂയ. മാർച്ച് 13-ാം തീയതി തിരുവല്ലയിലെ ബ്ലെസ് തിരുവല്ല മീറ്റിംഗിന് വന്നു. ഇവിടെ ശീതൽ പറഞ്ഞതുപോലെ ഞങ്ങളുടെ ദേശത്ത് അത് വന്നു. ഹല്ലേലൂയ. അവിടെ വവ്വാൽ വർഷങ്ങളായി നശിപ്പിച്ചുകൊണ്ടിരുന്ന ആ ഫലത്തെ ഹല്ലേലൂയ ദൈവം ശാസിച്ചു. ദൈവത്തിന്റെ കരം വെളിപ്പെട്ടു. കള്ളന്റെ പ്രവൃത്തിയെ അറസ്റ്റ് ചെയ്തു. ആ പട്ടണത്തിൽ ദൈവത്തിന്റെ കരം വെളിപ്പെട്ടു. ഇന്നവർ ഫലപ്രദമായി ആ ഫലം ആസ്വദിക്കുവാൻ അതൊരു ദൈവപ്രവൃത്തിയാണെന്ന്, ഒരു അടയാളമാണെന്ന്. ആദ്യത്തെ അടയാളം എന്താണ്? യോഹന്നാന്റെ പുസ്തകം 2-ാം അധ്യായത്തിൽ വെള്ളത്തെ വീഞ്ഞാക്കി അടയാളം. എന്ന് പറയാം, വെള്ളത്തെ വീഞ്ഞാക്കി. ജീസസ് turned the water into wine. കാനാവിലെ കല്യാണം യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം അതിന്റെ ആദ്യത്തെ 2 വാക്യങ്ങൾ പെട്ടെന്ന് വായിക്കാം. 3-ാം നാൾ ഗലീലയിലെ കാനാവിൽ ഒരു കല്യാണം ഉണ്ടായി. കാനാവിൽ ഒരു കല്യാണം. ആ ഭാഗം അറിയാവുന്നതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഓടിച്ചു വിടുകയാണ്. ആദ്യത്തെ മഹാ അത്ഭുതം അടയാളം എന്താണ്? അത്ഭുതങ്ങളുടെ ആരംഭം എന്താണ്? വെള്ളത്തെ വീഞ്ഞാക്കി. കാനാവിലെ വിഷയം എന്തായിരുന്നു? വീഞ്ഞു തീർന്നു പോയി, അല്ലേ? വലിയ നാണക്കേടും ലജ്ജയും വിഷയവുമായി പ്രതിസന്ധിയിലായി പോയി. ഇന്ന് ആരെങ്കിലും അങ്ങനെ പ്രതിസന്ധിയിലാണോ? അങ്ങനെ ലജ്ജ അനുഭവിക്കുന്ന അവസ്ഥകളിലാണോ? അങ്ങനെയുള്ള വിഷയങ്ങളുണ്ടോ? ഹല്ലേലൂയ. വ്യക്തിപരമായ വിഷയങ്ങളായിരിക്കാം, കുടുംബത്തിന്റെ വിഷയങ്ങളായിരിക്കാം. പക്ഷെ ഇന്ന് പകൽക്കാലം നിങ്ങളുടെ വെള്ളത്തെ വീഞ്ഞാക്കി മാറ്റുവാൻ, ഹല്ലേലൂയ, നീയാകുന്ന വെള്ളത്തെ വീഞ്ഞാക്കി മാറ്റുവാൻ ആർക്കും എനിക്ക് പാസ്റ്ററെ ആർക്കും എന്നോട് ഒരു മതിപ്പില്ല, ഇല്ലേ? എല്ലാവർക്കും ഞാൻ വെറും പുച്ഛമാണ്, എന്നെ ഇഗ്നോർ ചെയ്ത് കളയും. ഇന്ന് പകൽക്കാലം ആരോടൊക്കെയോ ദൈവം ദൂത് പറയുകയാണ്. ഹല്ലേലൂയ. അങ്ങനെ ചിന്തിക്കുന്ന ഒരു വ്യക്തിത്വമാണെങ്കിൽ ഇന്ന് നിങ്ങളുടെ വീര്യം ഒന്ന് കൂട്ടാൻ പോകുകയാണ്. നിങ്ങളെ മാനിക്കുവാൻ ദൈവം പോകുകയാണ്. ഇന്ന് പകൽക്കാലം വെള്ളത്തെ വീഞ്ഞാക്കി മാറ്റുവാൻ കഴിയുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. നമ്മുടെ മധ്യത്തിൽ സഞ്ജു വെള്ളം വീഞ്ഞായ ഒരു വ്യക്തിയാണ്. ആ വ്യക്തിയെ കാണുമ്പോൾ ദേശക്കാർ പറയുക, സഞ്ജു കുടിച്ചും സ്തോത്രം ജീവിതം നഷ്ടപ്പെട്ട് ഒരു പരാജിതനായി, ആർക്കും വേണ്ടാത്തവനായി, വീട്ടുകാർക്കും ആർക്കും വേണ്ടാത്തവനായി തള്ളപ്പെട്ടവനായ സഞ്ജു ഇന്ന് ആ കുഞ്ഞിന്റെ ജീവിതം വെള്ളം വീഞ്ഞായി മാറി. ദൈവം സ്തോത്രം പണിയുകയാണ്. ഞാൻ വിശ്വസിക്കുന്നു ഒരു ദിവസം ദൈവം നിന്നെ ചെങ്ങന്റെ ഊരിനൊരു അനുഗ്രഹമായിട്ട് മാത്രമല്ല, ദേശങ്ങൾക്കൊരു അനുഗ്രഹമായി. എന്നിപ്പോൾ എല്ലാ മീറ്റിങ്ങിലും എവിടെ ഉണ്ടെങ്കിലും ബുദ്ധിമുട്ടിയാണെങ്കിലും ഓടി മീറ്റിങ്ങിൽ വരും, വചനം കേൾക്കും. അഭിഷേകത്തിന്റെ വ്യാപാരങ്ങൾ, ആഴങ്ങൾ തന്റെ മേൽ വെളിപ്പെടും. But a season is coming, Sanju, when you will not be sitting there,
A day will come when you will arise and shine for Jesus. ഇന്ന് പകൽക്കാലം വെള്ളത്തെ വീഞ്ഞാക്കി മാറ്റുവാൻ കഴിയുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. പെട്ടെന്ന് അവിടെ കുറവ് സംഭവിച്ചു. അതിന്റെ 5-ാമത്തെ വാക്യത്തിൽ ആ അത്ഭുതം നടക്കുന്നതിന്റെ പിന്നിൽ നമുക്ക് ആ ഭാഗങ്ങളൊക്കെ അറിയാവുന്നതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പോവുകയാണ്. എന്താണ് ആ അത്ഭുതത്തിന് വേണ്ടി വഴി തുറന്നത്? അവന്റെ അമ്മ ശുശ്രൂഷക്കാരോട്, യേശുവിന്റെ അടുത്ത് അമ്മ വന്ന് പറയുകയാണ്, അങ്ങനെ ഇവിടെ വീഞ്ഞ് നിർന്നിരിക്കുന്നു, അതുകൊണ്ട് അവരെ സഹായിക്കണം. യേശു പറയുക, എന്റെ സമയമായിട്ടില്ല. സ്തോത്രം, ഹല്ലേലൂയ. പക്ഷെ അമ്മ അവിടെ കൊണ്ട് നിൽക്കുന്നില്ല. അമ്മ എന്താ ചെയ്യുന്നത്? ശുശ്രൂഷക്കാരോട്, അവിടുത്തെ ശുശ്രൂഷക്കാരോട് പറയുക, അവൻ നിങ്ങളോട് എന്തെങ്കിലും യേശു നിങ്ങളോട് എന്തെങ്കിലും പറഞ്ഞാൽ അത് ചെയ്യുവിൻ എന്ന് പറഞ്ഞു. അത്ഭുതത്തിന്റെ പിന്നിലുള്ള രഹസ്യമാണ്. ആമേൻ. 7 അത്ഭുതങ്ങൾ നമ്മൾ എടുത്ത് പഠിച്ചാൽ നോക്കിയാൽ പരിശുദ്ധാത്മാവ് ഊന്നൽ നൽകുന്നത്. How did each sign happen? എങ്ങനെയാണ് ഓരോ അടയാളങ്ങളും ഓരോ അത്ഭുതങ്ങളും നടക്കുവാൻ കാരണമായി തീർന്നത്? അത് ദൈവം ചിന്തിച്ചതുകൊണ്ട് മാത്രമല്ല. But there was someone who opened. ആ കല ഒന്ന് നമുക്കറിയാം. Someone who opened the door for miracles. ഇന്ന് പകൽക്കാലം നിങ്ങളുടെ ജീവിതത്തിലേക്ക്, നിങ്ങളുടെ മക്കളിലേക്ക്, നിങ്ങളുടെ കുടുംബത്തിലേക്ക്, നിങ്ങളുടെ ദേശത്തിലേക്ക് ആ അത്ഭുതത്തെ തുറന്നു വിടുന്ന ഒരു വ്യക്തി നിങ്ങളായി തീരട്ടെ. ഇന്ന് പകൽക്കാലം ഈ വചനം നിങ്ങൾ കേൾക്കുന്നുവെങ്കിൽ, God has chosen you so that you become ദൈവത്തോട് പാർട്ണർ ചെയ്ത് ഹല്ലേലൂയ അത്ഭുതങ്ങളെ തുറന്നു വിടുന്ന ദൈവപ്രവർത്തികളെ തുറന്നു വിടുന്ന മറിയ became a channel. മറിയ എന്ത് ചെയ്തു? യേശു ആരാണെന്ന് വിശ്വസിച്ചു. അതുകൊണ്ട് മകൻ പറഞ്ഞു, പറ്റത്തില്ല. അമ്മ വിട്ടുകൊടുത്തോ? ഇല്ല. ശുശ്രൂഷമാരോട് പറഞ്ഞു, എന്ത് പറഞ്ഞു? അവൻ എന്ത് പറഞ്ഞാലും ഇന്ന് പകൽക്കാലം നിങ്ങൾ ഇരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ വിഷയങ്ങളുടെ മധ്യത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൂത് വരും. It's small acts of obedience that brings forth the miracle. ഒരുപക്ഷെ ദൈവം നേരിട്ടായിരിക്കും നിങ്ങളോട് സംസാരിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളോട് സംസാരിക്കുന്ന ഒരു അഭിഷിക്തനിലൂടെ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ അടുക്കലേക്ക് കൊണ്ടുവരുന്ന ഒരു വ്യക്തിയിലൂടെ ആയിരിക്കാം പരിശുദ്ധാത്മാവ് ഹേമിക്കുന്നത്. But if you will listen to a simple act and you will obey, വിശ്വസിച്ച് നിങ്ങൾ അത് അനുസരിച്ചാൽ വെള്ളം വീഞ്ഞായി മാറും. ഹല്ലേലൂയ. വെള്ളത്തിന് വലിയ മൂല്യമില്ല, പക്ഷെ വീഞ്ഞിന്റെ മൂല്യം, വില, മണം, സുഗന്ധം. ഇന്ന് പകൽക്കാലം ആരൊക്കെയോ ദൈവം അഭിഷേകം കൊണ്ട് ഈ വലിയ ട്രാൻസ്ഫോർമേഷൻ കൊണ്ട് അലങ്കരിക്കുവാൻ എന്റെ സഞ്ജുവിനെ ഞാൻ പറയാം, എന്റെ സഞ്ജുവിനെ, because that's my heart for him. പാസ്റ്ററിന് ചെയ്യാൻ പറ്റുന്നത് വചനം പറയാം, പുറകെ നടക്കാം, പക്ഷെ രൂപാന്തരപ്പെടുത്തുന്ന ആരാ? യേശുവാ. I am marveled. ഈ കുഞ്ഞിനെ കാണുമ്പോൾ എനിക്ക് അതിശയമാണ്. പാസ്റ്റർ ഒത്തിരി ഈ വ്യക്തിക്ക് വേണ്ടി നിന്നിട്ടുണ്ട്, പ്രയത്നിച്ചിട്ടുണ്ട്, പക്ഷെ എന്റെ പ്രയത്നവും അധ്വാനവും ഈ വ്യക്തിയെ മാറ്റുകയില്ല, ഈ വ്യക്തിയെ രൂപാന്തരപ്പെടുത്തുകയില്ല. ഐ നോ മൈ പാർട്ട്. പക്ഷേ ദൈവത്തിന്റെ ഒരു പ്രവൃത്തി ആ കുഞ്ഞിൽ നടന്നു. ഇന്ന് അനേകരെ ദൈവം എന്ത് ചെയ്യും? അലങ്കരിക്കും എന്ന് പറഞ്ഞേ. He will beautify you with his salvation. തന്റെ മഹത്വം കൊണ്ട്, തന്റെ രക്ഷ കൊണ്ട് ദൈവം അലങ്കരിക്കുവാൻ ഇടയായിത്തീരും. ഇന്ന് എത്ര പേര് തയ്യാറാണ്? കർത്താവേ, ഞങ്ങൾ വിശ്വസിച്ച് അങ്ങ് ഞങ്ങളോട് ഇടപെടുന്ന ആ കാര്യം ചെയ്യുവാൻ ഞങ്ങൾ റെഡിയാണ്. If you're ready, then you will. നമ്മൾ ഒത്തിരി പേര് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും, കർത്താവേ ഡു 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 ഡു. God say, നിങ്ങളുടെ പ്രാർത്ഥനകൾ ഞാൻ കേട്ടു. Come on, act on what I say. Believe and act on what I say. ഞാൻ പറയുന്നത് നിങ്ങൾ കേട്ട് അതിൽ നിങ്ങളൊന്ന് കാലെടുത്ത് വെക്കുമോ? അമ്മ പറഞ്ഞു, അവൻ എന്ത് പറഞ്ഞാലും അത് യുക്തിയുണ്ടോ, ബുദ്ധിയുണ്ടോ, റീസൺ ഉണ്ടോ, ഒന്നും തർക്കിച്ച് നിൽക്കരുതേ, പറഞ്ഞത് ചെയ്യുക. എന്ത് പറഞ്ഞു? യെസ്. യേശു അവരോട്, യേശു നോക്കിയേ, അതുവരെ മിണ്ടാത്ത യേശു ഇല്ലേ, പെട്ടെന്ന് പറയുക, ഈ കൽപാത്രങ്ങളിൽ വെള്ളം നിറപ്പേൻ എന്ന് പറഞ്ഞു. ഈ കൽപാത്രം, കരം ഉയർത്തിയേ, ഹല്ലേലൂയ, കൽപാത്രങ്ങളിൽ വെള്ളം നിറയ്ക്കുവാൻ. സിമ്പിൾ ഇൻസ്ട്രക്ഷൻ. യേശുവിന് അറിയത്തില്ലേ വീഞ്ഞ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? വീഞ്ഞ് എവിടെ ഇരിക്കുന്ന പാത്രങ്ങളിലാണ് വീഞ്ഞ് നിറച്ചു കൊടുക്കുന്നത്? ഭരണിയിൽ, ഉള്ളിൽ, അവിടെയാണ് വീഞ്ഞിന്റെ ആ പാത്രങ്ങൾ ഇരിക്കുന്നത്, ഭരണികൾ ഇരിക്കുന്നത്. പക്ഷെ യേശു പറയാ കൽപാത്രങ്ങൾ. പലപ്പോഴും കർത്താവ് പറയുന്നതിന് വലിയ ലോജിക് കാണുകയില്ല. അത് നമ്മുടെ ഹൃദയത്തെ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ്. നമ്മൾ വിശ്വസിക്കോ? നമ്മൾ അങ്ങനെ ഒരു സ്റ്റെപ്പ്, നമ്മുടെ യുക്തിക്കും ബുദ്ധിക്കും നമ്മുടെ ചിന്താഗതിക്കും മൈൻഡ് സെറ്റിനും ഒക്കെ അപ്പുറമാണ് ദൈവം നമ്മളോട് ഇടപെടുന്നത്. ആരോടൊക്കെയോ ദൈവത്തിന് ദൂതാണ്. ഹല്ലേലൂയ. നിങ്ങളുടെ ലോജിക്ക് വെച്ചോണ്ടിരുന്നാൽ നമുക്ക് അവിടെ ഇരിക്കാം, അത് വെള്ളമായി തന്നെ ഇരിക്കും. വീഞ്ഞാകണമെങ്കിൽ യേശു പറഞ്ഞു എന്ത് ചെയ്യണം? കൽഭരണികളിൽ വെള്ളം നിറയ്ക്കണം. അപ്പോ ഈ ശുശ്രൂഷന്മാർ എന്ത് ചെയ്തു? അവർ വക്കോളം നിറച്ചു. അത്ഭുതം എങ്ങനെ സംഭവിച്ചു? യേശു അത്ഭുതം ചെയ്തതാണോ? അത് യേശുവിന്റെ അത്ഭുത പ്രവൃത്തിയാണ്, അതൊരു അടയാളമാണ്. പക്ഷെ അത്ഭുതം നടന്ന യേശു ചിന്തിച്ചത് കൊണ്ട് മാത്രമല്ല,
Yes. അല്ല, പലപ്പോഴും നാം തെറ്റിദ്ധരിക്കുന്നു that miracles are works of God. പക്ഷെ God needs a human. അവരെന്ത് ചെയ്തു? അവർ അര മനസ്സോട് പകുതി നിറച്ചാൽ മതിയായിരുന്നല്ലോ. നമ്മൾ ശുശ്രൂഷന്മാരാണെങ്കിൽ ഈ 6 കൽഭരണികളിൽ നമ്മൾ എന്ത് ചെയ്യും? വീഞ്ഞ് കുറച്ചൊക്കെ മതി എന്ന് ചിന്തിച്ചെന്താ, ഇത് വല്ല നടക്കുന്ന കേസാണോ? ഹാഫ് ഹാർട്ടഡ്. പക്ഷെ ഈ മക്കൾ എന്ത് ചെയ്തു? Come on, somebody say. വക്കോളം നിറച്ചു. വക്കോളം നിറച്ചു. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ ഹേമിക്കുമ്പോൾ, ആ ദൈവശബ്ദം നമ്മളിലേക്ക് വരുമ്പോൾ, നിങ്ങൾ അതിനെ അല്പമായിട്ടല്ല. This is a prophetic message to someone. Just obey it. This was not simple obedience, not little obedience. Extra. Somebody say extravagant obedience. Extravagant. അവർ വക്കോളം നിറച്ചു. ഇനി അതിനകത്ത് ഒരു സ്പേസും ഇല്ലാത്ത രീതിയിൽ അവർ ആ വചനം, കർത്താവിന്റെ വചനം എന്ത് ചെയ്തു? അനുസരിച്ചു. അപ്പോൾ അത് വെള്ളമായോ? അത് വീഞ്ഞായോ? ഇല്ല. നമ്മൾ സാധാരണ ചിന്തിച്ചു ആ വെള്ളം നിറച്ചപ്പോൾ ഉടനെ വീഞ്ഞായെന്ന്. അല്ല, വീഞ്ഞായത് എപ്പോഴാ? പിന്നെ എന്താ പറഞ്ഞത്? അത് വിരുന്ന് വാഴി എടുത്തോണ്ട് വിരുന്ന് വാഴിക്ക് കൊണ്ടുപോയി കോരി വിരുന്ന് വാഴി. When did the miracle happen? ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സംസാരിക്കുക. ഈ മിറക്കൽ സർവീസിൽ വരുമ്പോൾ പെട്ടെന്ന് എല്ലാം നടക്കണം എന്നാണ് നാം ചിന്തിക്കുന്നത്. അങ്ങനെ ദൈവം ചെയ്യും. പക്ഷെ ദൈവത്തിന്റെ വഴികൾ നാം പഠിച്ചെടുത്താൽ you begin to walk constantly in miracles. നിങ്ങൾ അത്ഭുതങ്ങളിൽ നടക്കുവാൻ ഇടയായിത്തീരും. ഒന്നും നിങ്ങൾക്ക് അസാധ്യമാകുകയില്ല. Because our God is a specialist in miracles. Jesus എന്ന് പറഞ്ഞാൽ തന്നെ, യേശു എന്ന് പറഞ്ഞാൽ തന്നെ, ആ കരം വീശി പറയാം, അത്ഭുതങ്ങളും അടയാളങ്ങളും ദൈവപ്രവൃത്തികളും വീര്യപ്രവൃത്തികളും. So it's a life of miracles. It's a life of supernatural. It's a life of impossibilities. It's a life where there is no limitation. പിന്നെ എന്ത് ചെയ്തു ഇവര്? അപ്പോൾ കോരി വിരുന്ന് വഴിക്ക് കൊണ്ടുപോയി കൊടുപ്പീനെന്ന് അവൻ പറഞ്ഞു. അവർ കൊണ്ടുപോയി കൊടുത്തു. നോക്കിയേ, അവർ കൊണ്ടുപോയി കൊടുത്തു. എന്തോ കൊണ്ടുപോയി കൊടുത്തേ? പച്ചവെള്ളം എടുത്ത് എന്ത് ചെയ്യാ? വീഞ്ഞാണെന്ന് പറഞ്ഞ് അത് വിശ്വസിച്ച്, യേശുവിന്റെ വാക്ക് വിശ്വസിച്ച് കോരിയപ്പോൾ വെള്ളം. സ്തോത്രം, ഹല്ലേലൂയ. കോരിയപ്പോൾ എന്താ ഉള്ളത്? വെള്ളം. അപ്പോ വീഞ്ഞായില്ല. വീഞ്ഞ് എപ്പോഴായി? ഈ നടക്കുന്ന വഴിയിൽ. ഈ സ്റ്റെപ്പ് എടുത്ത് അനുസരണത്തിന്റെ വഴിയിൽ വിശ്വസിച്ച് അനുസരിക്കുന്ന ആ വഴിയിൽ. ഇന്ന് ആരോടൊക്കെയോ ദൈവം പറയാ, നിങ്ങൾ യേശുവിനെ സ്വന്തം രക്ഷിതാവായി കർത്താവായി സ്വീകരിച്ചു. സ്നാനപ്പെടണം എന്നുള്ള ഒരു വാക്കായിരിക്കും ദൈവം നിങ്ങളുടെ അടുത്തിലേക്ക് കൊണ്ടുവരുന്നത്. വെള്ളത്തിൽ സ്നാനപ്പെടണം എന്ന ഉള്ള ഒരു ദൂതായിരിക്കും നിങ്ങളിലേക്ക് വരുന്നത്. ഹല്ലേലൂയ. അത് താമസിക്കണ്ട. നീ അതിന്റെ എല്ലാം മനസ്സിലാക്കിയിട്ട് സ്നാനപ്പെടാം എന്നൊന്നും വെക്കണ്ട. കർത്താവ് പറഞ്ഞു, കർത്താവേ അനുസരിക്കുവാൻ ഞാൻ എന്നെ ഏൽപ്പിക്കുന്നു. ഹല്ലേലൂയ. അവർ വക്കോളം നിറച്ചു. കോരിക്കൊണ്ട് പോകാൻ പറഞ്ഞു. അവർ വെള്ളം കോരിക്കൊണ്ട് പോകുന്ന ആ മാത്രയിൽ ഒരു അത്ഭുതം സംഭവിച്ചു. ഇന്ന് പകൽക്കാലം നമ്മൾ പ്രാർത്ഥിച്ചിരിക്കാൻ മിടുക്കരാണ്. പക്ഷെ പ്രാർത്ഥിച്ച് ദൈവശബ്ദം കേട്ട് അത് വിശ്വസിച്ച് അനുസരിക്കാൻ തുടങ്ങുമ്പോൾ മിറക്കിൾസ് എന്ന് പറയാം. Miracles happen on the way. Miracles happen on the way. Hallelujah. ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തി നടന്നു. വെള്ളത്തെ വീഞ്ഞാക്കി. എന്താ അത് വിളിച്ചു പറയുന്നത്? കാനാവിലെ വിഷയം തീർന്നു. അവിടുത്തെ പ്രശ്നം പരിഹരിച്ചു. അവിടെ ഒരു മിറക്കൽ നടന്നു, ഒരു ദൈവപ്രവൃത്തി നടന്നു. അതൊരു വലിയ പ്രവൃത്തി തന്നെയാ. പക്ഷെ എങ്ങനെയാ അത് അടയാളമായി തീരുന്നത്? അത് നമ്മോട് വിളിച്ചു പറയുന്നത്, പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുന്നത്, യേശു ആരാണ്? That Jesus is the master over quality. He is the master. നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുവാൻ കഴിയുന്ന, അതിന് ക്വാളിറ്റി കൊണ്ടുവരുവാൻ കഴിയുന്ന, ഗുണമേന്മ കൊണ്ടുവരുവാൻ കഴിയുന്ന അങ്ങനെയുള്ള വ്യക്തികളാക്കി. സമൂഹത്തിന് ഒന്നും കൊള്ളത്തില്ല, എല്ലാം പൊട്ടി പൊളിഞ്ഞു കിടക്കുന്ന ഉപയോഗശൂന്യമായി അല്ലേ? ബൈബിളിൽ ഒനേസിമസ് എന്ന് പറഞ്ഞൊരു മനുഷ്യനുണ്ട്. ഫിലിമോന്റെ വീട്ടിലുള്ള ഒരു മനുഷ്യനായിരുന്നു. അൺപ്രോഫിറ്റബിൾ. അവൻ നിനക്ക് ഉപയോഗം ഇല്ലായിരുന്നു. കട്ടെടുത്ത് എവിടെയോ ജയിലിൽ, റോമ ജയിലിൽ പോയപ്പോൾ പൗലോസ് ഒനേസിമസിനെ കണ്ടുമുട്ടി. സുവിശേഷം പറഞ്ഞു, യേശു നിന്നെ സ്നേഹിക്കുന്നു ഒനേസിമസ്. നീ കട്ടെടുത്ത് നിന്റെ യജമാനും പ്രയോജനമില്ലാതെ, ജീവിതത്തിൽ ഒരു ഉദ്ദേശമില്ലാതെ കറങ്ങി നടക്കുന്ന നിന്റെ ജീവിതത്തെ മാറ്റുവാൻ എന്റെ യേശുവിന് കഴിയും. അവന് പാപബോധം വന്നു. അയ്യോ, ഞാൻ പാപിയാണെന്നുള്ള ബോധ്യം വന്നു. ഇങ്ങനെ ജീവിച്ചാൽ ഞാൻ എവിടെ ചെല്ലും എന്നുള്ളൊരു ബോധ്യം വന്നു. പൗലോസ് അപ്പോസ്തലനിൽ കൂടെ യേശു ആരാണെന്ന് കേട്ടു. യേശു പാപത്തിൽ നിന്ന് രക്ഷിക്കുന്ന ലോകത്തിന്റെ രക്ഷിതാവാണെന്നും 2000 വർഷങ്ങൾക്ക് മുമ്പേ കാൽവരി ക്രൂശിൽ നമ്മുടെ പാപത്തിന് വേണ്ടി, നിന്റെ പാപത്തിന് വേണ്ടി, എന്റെ പാപത്തിന് വേണ്ടി ക്രൂശിൽ മരിച്ചു അടക്കപ്പെട്ടു, 3-ാം ദിവസം ഉയർത്തെണീറ്റ ലോക രക്ഷകനാണെന്ന് ഒനേസിമസ് കേട്ടു. ആണോ പൗലോസ്? ആണോ? ഞാൻ വിചാരിച്ചു നീ എന്റെ ജീവിതം കൊണ്ട് ഒരു ഉദ്ദേശമില്ല,
ഞാൻ വെറും കള്ളന, വെറും മോശമാ, ജയിലിൽ കുറ്റകൃത്യത്തിന് വേണ്ടി പിടിച്ചിട്ടതാ, എന്റെ ഭാവി അടഞ്ഞു. പൗലോസ് പറഞ്ഞു, ഇല്ല ഇല്ല, യേശു നിന്റെ ഉള്ളിൽ വന്നാൽ ഈ വെള്ളം വീഞ്ഞായി പോയതുപോലെ ഒനേസിമസ് നിന്റെ ജീവിതം മാറും. ഹല്ലേലൂയ. നിനക്ക് വേണ്ടി ദൈവ സാധ്യതകൾ തുറക്കും. അവൻ മാനസാന്തരം. ഇന്ന് എത്ര പേര് അങ്ങനെ ഒന്ന് മാനസാന്തരപ്പെടുവാൻ നമ്മുടെ ബുദ്ധിക്കും യുക്തിക്കും അതീതമായി ഒനേസിമസ് യേശുവിനെ തന്റെ ഹൃദയത്തിൽ ഇന്ന് പകൽക്കാലം യേശു നിങ്ങളുടെ ഹൃദയത്തിന്റെ ഉള്ളത്തിലേക്ക് വന്നാൽ, നിങ്ങളുടെ ജീവിതത്തിന്റെ അവസ്ഥകളിലേക്ക് വന്നാൽ, നിങ്ങളുടെ വിഷയങ്ങളിലേക്ക് വന്നാൽ വെള്ളം വീഞ്ഞായി മാറും. എന്തോ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വീണ്ടും ഊന്നൽ നൽകുന്നു. Somebody is going to experience a life-changing transformation encounter, a miracle encounter. പൗലോസ് പറയുക, ഒനേസിമോസ് യേശുവിനെ വിശ്വസിച്ചു, അവൻ രക്ഷിക്കപ്പെട്ടു. ആമേൻ. അവൻ ഫിലിമോനെ തിരിച്ചയക്കുക. ഞാൻ എൻ്റെ ആത്മീയപുത്രനായ ഒനേസിമോസിനെ നിന്റെ അടുക്കലേക്ക് അയക്കുക ഫിലിമോൻ. ഹല്ലേലൂയ. അവൻ he was unprofitable, പ്രയോജനശൂന്യമായ ഒരു വ്യക്തിയാണ്. പക്ഷേ അവൻ നിനക്കും എനിക്കും നമ്മുടെ ജീവിതങ്ങളെ അങ്ങനെ വ്യത്യാസപ്പെടുത്തുവാൻ കഴിയുന്ന ഒരു ദൈവമാണ് യേശു. വിലയില്ലാത്തതിനെ, മണമില്ലാത്തതിനെ, ഗുണമില്ലാത്തതിനെ മണവും വിലയും ഗുണവും ഉണ്ടാക്കി തീർക്കുന്ന my Jesus. He is the master of quality. പിൻകാലങ്ങളിൽ ഈ ഒനേസിമസ് ദൈവസഭയുടെ ഒരു ബിഷപ്പായി മാറി. എന്തോ സഞ്ജു, നിന്നെ കുറിച്ചൊക്കെ ദൈവത്തിന് ഭയങ്കര ഉദ്ദേശമാണ്. ഇവിടെ ഇരിക്കുന്ന ചിലര് നിങ്ങൾ തകർന്നിരിക്കുകയായിരിക്കും. എന്റെ ജീവിതം കൊണ്ട് സ്വന്തം എന്തെങ്കിലും പ്രയോജനമുണ്ടോ? പക്ഷേ he wants to turn your water into wine. He is the master of quality. രണ്ടാമത്തെ മഹാ അത്ഭുതം എന്താ നടക്കുന്നത്? യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം അതിന്റെ 46 തൊട്ട് 48 വരെയുള്ള വാക്യങ്ങൾ പെട്ടെന്ന് ഓടിച്ചു വായിക്കാം. യെസ്, ജോൺ 4. അവൻ പിന്നെയും താൻ വെള്ളം വീഞ്ഞാക്കിയ കാനാവിൽ തന്നെ അടുത്ത വലിയ അത്ഭുതം നടക്കുകയാണ്. യെസ്, ഗലീലയിലെ കാനാവിൽ വന്നു. അവന് മകൻ രോഗിയായിരുന്ന ഒരു രാജഭൃത്യൻ കഫർന്നഹൂമിൽ ഉണ്ടായിരുന്നു. കഫർന്നഹൂമിൽ സ്തോത്രം, ഒരു രാജഭൃത്യൻ, റോയൽ ഒഫീഷ്യലിന്റെ മകൻ എന്ത് ചെയ്തു? ഗുരുതരമായ രോഗം പിടിച്ച ഒരു അപ്പൻ യേശുവിന്റെ അടുക്കൽ വരികയാണ്. യേശു യഹൂദിയ ദേശത്ത് നിന്ന് ഗലീലയിൽ വന്ന് എന്ന് അവർ കേട്ട് അവന്റെ അടുക്കൽ ചെന്നു. തന്റെ മകൻ മരിപ്പാറായിരിക്കൊണ്ട് അവന് വന്ന് അവനെ സൗഖ്യമാക്കണമെന്ന് അപേക്ഷിച്ചു. ഈ അപ്പൻ ഭയങ്കര ഹൈ അതോറിറ്റിയാ, ഇല്ലേ? ഭയങ്കര ഹൈ പ്ലേസിലാണ്. പക്ഷെ മകന് രോഗം ബാധിച്ചെടുക്കുക. ഈ ലോകത്തിലെ റോമൻ ഗവൺമെന്റിന്റെ ഡോക്ടർമാർക്കോ യഹൂദ ഡോക്ടർമാർക്കോ ചികിത്സിച്ച് ഭേദമാക്കുവാൻ കഴിയാത്ത ഒരു ഗുരുതരമായ രോഗത്തിന്റെ വിഷയം എല്ലാവരും കൈവിട്ടു. നോ ചാൻസ്, നോ വേ. ഇന്ന് പകൽക്കാലം ഈ മെസ്സേജ് കേൾക്കുന്ന നിങ്ങളിലേക്ക് സ്തോത്രം വീണ്ടും ഈ ഒരു വെളിപ്പാട് വരികയാണ്. എന്തിനാണ് യോഹന്നാനെ അങ്ങ് ഈ അത്ഭുതങ്ങളെ അടയാളങ്ങളായി രേഖപ്പെടുത്തിയിരിക്കുന്നത്? ഞാൻ രേഖപ്പെടുത്തിയിരിക്കുന്നതിന്റെ പിന്നിലുള്ള രഹസ്യം ഇതാണ്. ഇത് നിങ്ങൾ കേൾക്കുമ്പോൾ യേശു ആരാണ്? ദൈവപുത്രനായ ക്രിസ്തു. ദൈവപുത്രനായ ക്രിസ്തു അഭിഷിക്തൻ. He is the anointed. Amen. Hallelujah. The anointed is the one who can anoint and break every yoke. മരിക്കുവാൻ ആയിരിക്കുന്ന സ്തോത്രം ഗുരുതരാവസ്ഥയിലായിരിക്കുന്ന ഈ മകന് വേണ്ടി പ്രാർത്ഥിക്കുക. യേശു എന്താ പറയുന്നത്? യേശു അവനോട്, നിങ്ങൾ അടയാളങ്ങളും അത്ഭുതങ്ങളും കണ്ടിട്ടില്ലാതെ വിശ്വസിക്കില്ല എന്ന് പറഞ്ഞു. സ്തോത്രം, ഹല്ലേലൂയ. നിങ്ങൾ അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ടിട്ടല്ലാതെ വിശ്വസിക്കില്ല. നമ്മൾ സാധാരണ അത് നെഗറ്റീവിലാണ് ചിന്തിക്കുന്നത്, ഇല്ലേ? അത്ഭുതം കാണണം, അടയാളം കാണണം, എന്നാൽ മാത്രമേ നിങ്ങൾ വിശ്വസിക്കത്തുള്ളൂ. കർത്താവ് പറയുക, അതെ സ്തോത്രം, ഹല്ലേലൂയ, എന്നാലേ നിങ്ങൾ വിശ്വസിക്കത്തുള്ളൂ, അല്ലേ? നമ്മുടെ ദൈവമാര അത്ഭുതങ്ങൾ ചെയ്യുവാൻ പിശുക്കനല്ല, ദൈവപ്രവൃത്തികൾ ചെയ്യുവാൻ പിശുക്കനല്ല. ആ God is not a God who doesn't want to do miracles. We have to force him to do miracles. ഇന്നത്തെ മിറക്കിൾ സർവീസിൽ ഹല്ലേലൂയ അവൻ അത്ഭുതങ്ങൾ ചെയ്യുവാൻ ഇഷ്ടപ്പെടുന്നവനാണ്. പക്ഷെ അത്ഭുതങ്ങളെ തുറന്നു കൊടുക്കുവാൻ അവൻ ഒരു വ്യക്തിയെ നോക്കുക. മറിയ അവന്റെ കരങ്ങളിൽ ഉപയോഗിക്കപ്പെട്ട ഒരു ചാനലായി മാറി. ആ ശുശ്രൂഷകന്മാർ വക്കോളം നിറച്ച് യേശുവിന്റെ ഹൃദയത്തെ, പിതാവിന്റെ ഹൃദയത്തെ ഭയങ്കരമായി സന്തോഷിപ്പിച്ചു. Now I can freely. യേശു പറയുക, സ്തോത്രം, നിങ്ങൾ അത്ഭുതങ്ങളും അടയാളം കാണുന്നില്ലെങ്കിൽ എന്താ വിശ്വസിക്കത്തില്ലല്ലോ എന്ന് കർത്താവ് അങ്ങോട്ട് പറഞ്ഞു. പിന്നെന്താ പറയുന്നത്? രാജഭൃത്യൻ അവനോട്, കർത്താവേ, പൈതൽ മരിക്കും മുമ്പേ. ഈ പറഞ്ഞുകൊണ്ട് നിന്നാൽ പൈതൽ മരിച്ചു പോകും. സ്തോത്രം. പറഞ്ഞുകൊണ്ട് നിന്നാൽ, കർത്താവ് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിന്നാൽ പൈതൽ മരിച്ചു പോകും. കർത്താവ് പെട്ടെന്ന് വന്ന് എന്തെങ്കിലും ചെയ്യണം. ആ മനുഷ്യന്റെ ഹൃദയത്തിൽ എന്തായിരുന്നു? യേശു ഒന്ന് കൈവച്ചാൽ സൗഖ്യമാകും. അങ്ങനെയുള്ള വാർത്തയായിരിക്കും. യേശു എന്ത് ചെയ്യുക? യേശു അവനോട്, പോയിക്കൊള്ളുക. യേശു പറയുക, പോയിക്കൊള്ളുക, നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നു. യേശു ആരാണ്? Hallelujah. He is the master over distance. രോഗത്തിന്റെ മേൽ യജമാനനാണ്. ഇന്ന് ഏതെങ്കിലും രോഗത്തിന്റെ വിഷയങ്ങൾ,
അത് നിങ്ങൾക്കോ നിങ്ങളുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ആ കരം ഉയർത്തി ഒന്ന് പറയാം, ഹു ഇസ് ജീസസ്? ഈ അടയാളം നമ്മളോട് എന്താ വിളിച്ചു പറയുന്നത്? സൗഖ്യമാക്കുന്നു. ആരാ യേശു? രോഗത്തിന്റെ മേളിൽ ജയം. കർത്തൃത്വമുള്ള, ജയമുള്ള, യജമാനനായിരിക്കുന്ന ഒരു ദൈവമാണ്. ആമേൻ. യോഹന്നാൻ, എന്തിനാണ് താങ്കൾ ഇത് എഴുതിയത്? യേശു ക്രിസ്തു എന്ന് നിങ്ങൾ തിരിച്ചറിയണം. ഹല്ലേലൂയ. That you may know that Jesus is Christ, the Son of God. ആമേൻ. He is the anointed. Amen. ആമേൻ. And that anointing breaketh the yoke of disease. യേശു പറഞ്ഞ വാക്ക് വിശ്വസിച്ച്, യേശു പറഞ്ഞ വാക്ക് വിശ്വസിച്ച് ആ മനുഷ്യൻ പോയി. ആ മനുഷ്യൻ പോയി. അവൻ പോകയിൽ അവന്റെ ദാസന്മാർ അവനെ എതിരേറ്റ് ആ. മകൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഓക്കെ, ഭയങ്കര ഒരു അത്ഭുതം നടന്നു. യേശു പോയില്ല. സാധാരണ എപ്പോഴും പറഞ്ഞ യേശു പറയുന്നത് എന്താ? വരാം, കൈവെക്കാം. പക്ഷെ ഇവിടെ യേശു പറയുകയാ, നീ പോ, എന്റെ വാക്ക് എന്ന് പറഞ്ഞേ. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്റെ വാക്ക് മതി. നീ ഞാൻ ഒന്ന് കൈവെക്കേണ്ട ആവശ്യമില്ല. യു ആർ എ റോയൽ ഒഫീഷ്യൽ. റോയൽ ഒഫീഷ്യൽ ഇല്ലേ? അതിന്റെ അർത്ഥം നിനക്ക് വാക്കുകളുമായി ഭയങ്കര ബന്ധമുണ്ട്. രാജാവ് എന്ത് ചെയ്ത വാക്ക് പറഞ്ഞാൽ നീ അത് പാലിക്കും. രാജാവിന്റെ വാക്കുകൾക്ക് ഭയങ്കര അതോറിറ്റി ഉണ്ടെന്ന് ഇല്ലേ? ശതാധിപനെ പോലെ ബോധ്യമുള്ളൊരു വാക്കാ. ഒരു പറഞ്ഞ വാക്കിന് വിലയില്ലാത്ത ഒരാളല്ല. ഹീസ് എ റോയൽ ഒഫീഷ്യൽ ഇല്ലേ? രാജാവിന്റെ വാക്ക് ഫൈനലാണ്. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. അപ്പോൾ ആ മനുഷ്യൻ പോകുന്ന വഴിയിൽ എന്താ സംഭവിച്ചത്? ദാസന്മാർ. അത് വിശ്വസിച്ചു. ഒരു അത്ഭുതം. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. വിശ്വസിച്ചു, അത്ഭുതം. അത് കേട്ടു. യെസ്, I receive my miracle. Somebody say, I receive my miracle. receive ഇന്ന് my പകൽക്കാലം ഞാൻ എൻ്റെ യേശു ആരാണെന്ന് കേട്ടു, എൻ്റെ ദൈവം ആരാണെന്ന് കേട്ടു, എൻ്റെ ദൈവത്തിന് എന്ത് ചെയ്യുവാൻ കഴിയുമെന്ന് ഞാൻ കേട്ടു. എൻ്റെ വിഷയങ്ങളിൽ ഇപ്പോൾ തന്നെ ഞാൻ എൻ്റെ അത്ഭുതത്തെ അങ്ങനെ സ്വീകരിക്കുവാൻ റെഡിയായവർ ആ കാര്യമെടുത്ത് നിങ്ങളെന്ന് പറഞ്ഞേ, I receive my miracle. I receive my miracle. I receive my miracle. Hallelujah. എൻ്റെ ഈ വിഷയത്തിൽ ഞാൻ ഒരു ബ്രേക്ക് ത്രൂ റിസീവ് ചെയ്യുന്നു. ഇതുവരെ സ്റ്റക്കായി കിടന്നു, ഇതുവരെ വഴിമുട്ടി കിടന്നു, ഇതുവരെ ചുറ്റി കറങ്ങിക്കൊണ്ട് നടന്നു. പക്ഷെ ടുഡേ ഐ റിസീവ് എ മിറക്കിൾ ബ്രേക്ക് ത്രൂ. ഈ മനുഷ്യന് വേറെ ഒന്നുമില്ല, ഒരു ഫീലിംഗ് ഇല്ല, ഒരു ജിൽ 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 ഒന്നുമില്ല, ഒന്നുമില്ല. എന്താ ഉള്ളത്? somebody say, ഒരു വാക്കുണ്ട്, യേശുവിന്റെ വാക്കുണ്ട്. ഇന്ന് പകൽക്കാലം നിങ്ങളുടെ കയ്യിൽ ബൈബിൾ ഉണ്ടെങ്കിൽ, ഇന്ന് പകൽക്കാലം ഈ അടയാളം വിളിച്ചു പറയുന്നത് യേശുവിന്റെ വാക്കുണ്ടെങ്കിൽ അവിടെ അത്ഭുതങ്ങളുണ്ട്. യേശുവിന്റെ വചനമുണ്ടോ? അത് വിശ്വസിക്കാൻ റെഡിയാണോ? നിങ്ങൾ കാലെടുത്ത് വെക്കാൻ തയ്യാറാണോ? നിങ്ങളൊന്ന് സ്റ്റെപ്പ് ഔട്ട് ചെയ്യാൻ തയ്യാറാണോ? Then the miracle is there. Amen. You don't have to pray and pray and pray and pray and pray. പ്രാർത്ഥന അതിന്റെ ആദ്യത്തെ പടിയാണ്. Hallelujah. Amen. Amen. Somebody say, I'll walk into my miracle. I walk into my Hallelujah. I walk into my miracle. Walk into my I miracle. walk into my miracle. I walk into my healing. മൂന്നാമത്തെ അത്ഭുതം എന്താണ്? Hallelujah. Sign number 3. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ ആദ്യത്തെ 10 വാക്യങ്ങളിൽ ബെത്തസ്ദ കുളക്കരയിൽ 38 വർഷക്കാലം സൗഖ്യത്തിന് വേണ്ടി കാത്തിരുന്ന ആ മനുഷ്യൻ, അവിടെ എന്ത് സംഭവിച്ചു? 38 വർഷം പാരലിസിസ് ബാധിച്ച ഈ മനുഷ്യനെ യേശു എന്ത് ചെയ്യുന്നു? സൗഖ്യമാക്കി. അടയാളങ്ങൾ എടുത്ത് പഠിച്ചാൽ ഭൂരിഭാഗം രോഗസൗഖ്യങ്ങളോട് ബന്ധപ്പെട്ട അടയാളങ്ങളാണ്. അതിന്റെ അർത്ഥം നമ്മുടെ യേശു ആരാ? സൗഖ്യമാക്കുന്നേ. ആഹാ. അതുകൊണ്ട് ഇന്ന് രോഗമായി ആരെങ്കിലും ഉണ്ടെങ്കിൽ, നിങ്ങൾ കരങ്ങളെ ഒന്ന് ഉയർത്തണമേ. നിങ്ങളുടെ രോഗത്തിൻ്റെ ഒരു വിഷയം, അത് നിങ്ങൾക്കോ നിങ്ങളുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ലജ്ജിക്കേണ്ടെന്നും ആവശ്യമില്ല. എനിക്കറിയാം മിക്ക ആൾക്കാർക്കും എവിടെയെങ്കിലുമൊക്കെ രോഗത്തിൻ്റെ വിഷയമുണ്ട്. ഇന്ന് പകൽക്കാലം ഈ വാക്ക്, ഈ വചനം, ഈ മെസ്സേജ് വരുന്നത് ആ വിഷയങ്ങളിലെല്ലാം ദൈവത്തിൻ്റെ അത്ഭുതം. Hallelujah. God's healing. Yes, God's miracle now in the name of Jesus. അതിനുവേണ്ടി പാസ്റ്റർ വന്ന് കൈ വെക്കണ്ട. പാസ്റ്ററിന്റെ കൈകളിൽ അഭിഷേകമുണ്ട്. ഞാൻ പ്രാർത്ഥിച്ചാൽ ഹല്ലേലൂയ സൗഖ്യം നടക്കും. അതുകൊണ്ടാണ് പാസ്റ്റർ സാധാരണ രീതിയിൽ കൈവച്ച് ആ പ്രാർത്ഥിക്കുന്നത്, അനോയിന്റ് ചെയ്യുന്നത്, ഇംപാർട്ട് ചെയ്യുന്നത്. because I know there is a miracle in my hand. പക്ഷേ ഇന്ന് പകൽക്കാലം സ്തോത്രം ഹല്ലേലൂയ, ഈ അത്ഭുതം വ്യക്തികളെ കേന്ദ്രിതമല്ല. It is oriented on Jesus. അപ്പോൾ 38 വർഷം കുളക്കരയിൽ കിടന്ന, ബെത്തസ്ദ കുളക്കരയിൽ കിടന്ന ഈ മനുഷ്യൻ എന്ത് ചെയ്യുക? ഹല്ലേലൂയ, അവൻ സൗഖ്യം എന്ന് പറഞ്ഞ സൗഖ്യമായി. എന്താ അവിടെ, എന്താ ആ അടയാളം വിളിച്ചു പറയുന്നത്? that he is master over every kind of sickness. എല്ലാ വ്യാധികളും, അത് എത്ര പഴകിയതാണെങ്കിലും, എത്ര ക്രോണിക് ആണെങ്കിലും, my Jesus is master over sickness. എത്ര വർഷത്തെ അർത്രൈറ്റിസ് ആണെങ്കിലും, എത്ര വർഷത്തെ സ്തോത്രം ഹല്ലേലൂയ കുഞ്ഞുങ്ങളില്ലാത്ത അവസ്ഥകളാണെങ്കിലും, എത്ര വർഷത്തെ ഹൈപ്പർ ടെൻഷൻ ആണെങ്കിലും, എത്ര വർഷത്തെ BP ആണെങ്കിലും, എത്ര വർഷത്തെ ഷുഗറിന്റെ അസുഖമാണ്, ഡയബറ്റീസ് ആണെങ്കിലും, ഹാർട്ടിന്റെ പ്രോബ്ലം ആണെങ്കിലും, എത്ര വലിയ പാരമ്പര്യ വിഷയമാണ്,
എന്റെ യേശു ആരാ? Hallelujah. ഹീസ് എ മാസ്റ്റർ. ഒന്ന് പറയാം, ഹീസ് എ മാസ്റ്റർ. യജമാനനാണ്, യജമാനനാണ്. ആ യജമാന്റെ മുമ്പിൽ രോഗാത്മാവെ നീ മുട്ടും മടക്കിയേ മതിയാകുകയുള്ളൂ. He is the anointed. Hallelujah. നാലാമത്തെ അത്ഭുതം എന്താണ്? Hallelujah. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ സ്തോത്രം 5 അപ്പം കൊണ്ട് 5000 പേരെ 20,000 ആൾക്കാരെ പുരുഷാരത്തെ പോഷിപ്പിച്ച മഹാ അത്ഭുതം. എന്താന്ന് വിളിച്ചു പറയുന്നത്? John chapter 6 verse 1 to 12. എന്താന്ന് വിളിച്ചു പറയുന്നത്? യേശു ആരാണ്? That he is a master over quantity. Hallelujah. ഇന്ന് അല്പമേ നിങ്ങൾക്കുള്ളൂ, അല്പ പൈസയേ ഉള്ളൂ, അല്പ ആരോഗ്യമേ ഉള്ളൂ, അല്പ സമ്പത്തേ ഉള്ളൂ, അല്പ ശുശ്രൂഷയേ ഉള്ളൂ. പക്ഷെ എന്റെ ദൈവം ആരാണ്? എന്റെ ദൈവം ആരാണ്? നിങ്ങളുടെ ദൈവം ആരാണ്? യേശു ആരാണ്? നിങ്ങളുടെ അല്പത്തെ അധികമാക്കും. വിശ്വസിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ അല്പ ആരോഗ്യത്തെ നിങ്ങളുടെ യേശുവിന്റെ കരങ്ങളിലേക്ക് കൊടുക്കുക. അതിനെ അനുഗ്രഹിച്ച് വർദ്ധിപ്പിച്ചു തരുവാൻ എന്റെ യേശു ഒരു എക്സ്പെർട്ട് ആണ്. ഹീസ് എ മാസ്റ്റർ ഓവർ ക്വാണ്ടിറ്റി. 5 അപ്പം കൊണ്ട്. പക്ഷെ അത്ഭുതം എങ്ങനെ നടന്നു? ഒരു അന്ത്രയോസും ഒരു ഫിലിപ്പോസ് ശിഷ്യന്മാർ എന്ത് ചെയ്തു? സ്തോത്രം ഉള്ളത് കർത്താവിന്റെ കയ്യിലേക്ക് കൊടുത്തു. സ്തോത്രം ഇല്ല ഇവിടെ ഇല്ല. പറഞ്ഞയക്ക്. യേശു പറഞ്ഞു, നിങ്ങളുടെ കയ്യിൽ എന്താ ഉള്ളേ? അന്ത്രയോസ് ഓടിപ്പോയി. സ്തോത്രം 20,000 ആൾക്കാരെ കഴിപ്പിക്കാൻ. സ്തോത്രം 5 അപ്പോ. ഇതെന്താ തമാശയാണ്? യേശു ശിഷ്യന്മാരെ പഠിപ്പിക്കുക, മക്കളെ, നിങ്ങൾ സേവിക്കുന്ന ഈ ദൈവം ഹല്ലേലൂയ ആരാണെന്ന് നിങ്ങളൊന്ന് തിരിച്ചറിയണമേ. ഹല്ലേലൂയ. അത്ഭുതം ആര് ചെയ്തു? യേശുവിലൂടെ നടന്നു. പക്ഷെ ആരുടെ കയ്യിലൂടെ അത്ഭുതം നടന്നത്? ശിഷ്യന്മാരുടെ കയ്യിൽ. കർത്താവ് പ്രാർത്ഥിച്ചത് മുറിച്ചപ്പോൾ അത്ഭുതം നടന്നോ? ഇല്ല. അത് കയ്യിൽ തിരിച്ചു കൊടുത്തു. പക്ഷേ അവർ എടുത്ത് കൊടുക്കാൻ തുടങ്ങിയപ്പോൾ, see, the miracle always happens when you obey. നമ്മൾ അനുസരിച്ച സ്റ്റെപ്പുകൾ എടുക്കുമ്പോഴാണ്. കർത്താവ് 5 പ്രാർത്ഥിച്ചപ്പോൾ അത് വർദ്ധിച്ചോ? ഇല്ല. അത് ഞുറുക്കി, അത് അവരുടെ കയ്യിൽ കൊടുത്തു. പക്ഷെ അതിൽ നിന്ന് അവരെടുത്ത് സ്തോത്രം പന്തിയിൽ ഇരുത്തി 50 പേരെ ഇരുത്തി അവർ അനുസരിച്ച്. Come on, God is speaking. ഇന്ന് ദൈവം സംസാരിക്കുക. Hallelujah. നമ്മൾ കരഞ്ഞുകൊണ്ടിരിക്കാൻ എക്സ്പേർട്ടുകളാണ്, നമ്മൾ വിഷമിച്ചിരിക്കാൻ ഭയങ്കര എക്സ്പേർട്ടാണ്. പക്ഷെ ദൈവം പറയുക, നീ എന്നെ വിശ്വസിക്കോടാ, എന്നെ വിശ്വസിക്കുമോ? എന്നെ വിശ്വസിച്ച് ഒരു സ്റ്റെപ്പ് എടുക്കുമോ? സ്റ്റെപ്പ് എടുത്താൽ എന്താ സംഭവിക്കുന്നത്? അവിടെ ദൈവത്തിന്റെ പവർ വെളിപ്പെടും, ദൈവത്തിന്റെ മിറക്കിൾ വെളിപ്പെടും, ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തി വെളിപ്പെടും. നിന്റെ അത്ഭുത ദൈവം മാനിച്ച് അധികമാക്കും. He is the master of abundance. 12 കൊട്ട ശേഷിപ്പിക്കുവാൻ കഴിയുന്ന, നിന്നെ തൃപ്തിപ്പെടുത്തുന്ന ദൈവമല്ല, നിനക്ക് ഹല്ലേലൂയ നിന്നെ അതിശയിപ്പിക്കുന്ന ദൈവമാണ്. 12 കൊട്ട. ഞാൻ വിശ്വസിക്കുക. എത്ര പേർക്ക് ഫിനാൻസിൽ ഒരു ബ്രേക്ക് ത്രൂ വേണം? കർത്താവ് നൽകുവാൻ വിശ്വസ്തനാ. ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. ARCയുടെ പണിക്കൊക്കെ നമുക്ക് പൈസ ആവശ്യമുണ്ട്. ഹല്ലേലൂയ. ദൈവം ഇത്രത്തോളം മനോഹരമായി നടത്തി. But I believe that my God is a God of miracles. My God is a God of, നമ്മുടെ കയ്യിൽ ഉള്ളത് വെച്ച് ഒരിക്കലും ചെയ്യത്തില്ലായിരുന്നു. കയ്യിൽ ഉള്ളത് വെച്ച് ചെയ്യാൻ അല്ല. ദൈവം ദർശനം തന്നു, ദൈവം സ്വപ്നം തന്നു, ദൈവം ആഗ്രഹം തന്നു. ഉള്ള കാശും ഉള്ള വിശ്വാസവും കൂടി ഇട്ട് ഹല്ലേലൂയ കർത്താവ് ഇത്രത്തോളം അതിനെ മനോഹരമാക്കി. ഇത്രത്തോളം മനോഹരമാക്കിയ ദൈവം അതിശയകരമായി ഒത്തിരി ആൾക്കാർക്ക് വീണ്ടും വാരിക്കോരി കൊടുക്കത്തക്ക രീതിയിൽ കർത്താവ് 12 കൊട്ട. ഞാൻ പ്രവചിക്കുന്നു. ഹല്ലേലൂയ. ALFC you will see നമ്മുടെ കഷ്ടി നമ്മുടെ കാര്യങ്ങൾ എങ്ങനെയെങ്കിലും മാനേജ് ചെയ്യുന്ന ഒരു പ്ലേസിലല്ല. 12 കൊട്ട ശേഷിച്ച് ബാക്കിയുള്ളവർക്ക് സ്തോത്രം ഹല്ലേലൂയ ഒരു അടയാളമായി that there would be a flow of finances. ആ മേഖലയിൽ ദൈവത്തിന്റെ വലിയ ഒരു കലവറ തുറന്ന് കർത്താവ് ഐശ്വര്യമായി മാനിക്കും. എൻ്റെ ദൈവം ആരാണ്? ആ കല ഉയർത്തി പറയാം, എൻ്റെ ദൈവം ആരാണ്? He is a master of quantity. 5ാമത്തെ അത്ഭുതം എന്താണ്? യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 15-ാം വാക്യം തൊട്ട് നമ്മൾ വായിക്കുമ്പോൾ 15 തൊട്ട് 19-ാം വാക്യത്തിൽ യേശു വെള്ളത്തിന്റെ മീതെ നടന്നു, കാറ്റിനെയും കടലിനെയും എന്ത് ചെയ്തു? ശാസിച്ചു. എൻ്റെ ദൈവം ആരാണ്? ഈ അടയാളം എന്താ വിളിച്ചു പറയുന്നത്? That my God is a God over nature. എല്ലാ സാഹചര്യങ്ങളുടെ മേൽ യജമാനാണ് എൻ്റെ ദൈവം. സ്തോത്രം. വവ്വാലിനെ ശാസിച്ചത് ആരാ? കർത്താവിന്റെ നാമത്തിൽ നമ്മൾ ആത്മമണ്ഡലങ്ങളെ ബന്ധിച്ചു. പക്ഷെ ദൈവം ആരാ? പ്രകൃതിയുടെ മേൽ, പ്രകൃതിക്ഷോഭത്തിന്റെ മേൽ, മഴയുടെ മേൽ ഹല്ലേലൂയ ആകാശത്തെ അടയ്ക്കുവാനും തുറക്കുവാനും ഏലിയാവിന് കഴിഞ്ഞത് എങ്ങനെയാ? മോശ പ്രാർത്ഥിച്ചപ്പോൾ സ്തോത്രം ഹല്ലേലൂയ. നമ്മൾ എന്താ വിശ്വസിക്കുന്നത്? എന്ത് വിശ്വസിക്കുന്നുവോ അത് നമുക്ക് അനുഭവിക്കുവാൻ, അതിലേക്ക് നടക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കും. 6ാമത്തെ അടയാളം എന്താണ്? ഒരു കുരുടൻ സ്തോത്രം സൗഖ്യം പ്രാപിക്കുന്ന, അത് അവിടെ നിർത്തി. 7ാമത്തെ അത്ഭുതം എന്താണ്? യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിൽ ലാസർ മരിച്ചു, 4 ദിവസമായി. 7ാമത്തെയും അവസാനത്തെയും അത്ഭുതം അടയാളം എന്തായിരുന്നു? മരിച്ച ലാസർ ഉയർത്തെണീറ്റു.
ആമേൻ. ആരാണ് എൻ്റെ ദൈവം? ആരാണ് ഈ യേശു? ആരാണ് ഈ അഭിഷക്തൻ? എന്ത് അഭിഷേകമാണ് യേശുവിലുള്ളത്? മരിച്ചവരെ ഉയർപ്പിക്കുവാൻ. That my God, my Jesus is a master over death. മരണത്തിന്റെ മീതെ ആ കരം ഒന്ന് വീശി പറയാം. മരണകരമായ മരണത്തിന്റെ മീതെ മരിച്ചിരിക്കുന്ന, ചത്തിരിക്കുന്ന, നാറ്റം വമിച്ചിരിക്കുന്ന അഭിഷേകങ്ങളുടെ മേൽ അതിനെ പ്രവർത്തിക്കുവാൻ, അതിനെ കുഴിയിൽ നിന്ന് പുറത്തെടുക്കുവാൻ കഴിയുന്ന ദൈവമാണ് എൻ്റെ ദൈവം. ആറാമത്തെ അടയാളത്തിലേക്ക് നമുക്ക് പോയാം. യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായം അതിന്റെ പെട്ടെന്ന് അതിന്റെ ആദ്യത്തെ 4 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. അവൻ കടന്നു പോകുമ്പോൾ പിറവിയിലെ കുരുടനായ ഒരു മനുഷ്യനെ കണ്ടു. അവന്റെ ശിഷ്യന്മാർ അവനോട്, ജന്മന കുരുടൻ. ഇന്ന് പകൽക്കാലം ജന്മന ഉള്ള അഭിഷേകങ്ങളെ കർത്താവ് ഒന്ന് ഡീൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെയുള്ള ഒരു അഭിഷേകം ഇന്ന് പകൽക്കാലം ചലിക്കുകയാണ്. ജന്മന കുരുടനായ ഒരു വ്യക്തി യേശുവിന്റെ അടുക്കൽ വന്നു. ഹല്ലേലൂയ. യേശു അവർ കണ്ടു, യേശു ശിഷ്യന്മാർ കണ്ടു. അവന്റെ ശിഷ്യന്മാർ അവനോട്, റബ്ബി, ഇവൻ കുരുടനായി പിറക്കത്തക്കവണ്ണം ആർ പാപം ചെയ്തു? ആരാണ് ഈ വിഷയം, ഈ രോഗത്തിന്റെ പിന്നിൽ, ഈ വിഷയത്തിന്റെ പിന്നിൽ ആരാണ് പാപം ചെയ്തിരിക്കുന്നത്? ഇവനോ ഇവന്റെ അമ്മയപ്പന്മാരോ എന്ന് ചോദിച്ചു. അതിന് യേശു, അവനെങ്കിലും അവന്റെ അമ്മയപ്പന്മാരെങ്കിലും പാപം ചെയ്തിട്ടില്ല, ദൈവപ്രവൃത്തി അവങ്കൽ വെളിവാകേണ്ടതിനത്രേ. ഇവനോ ഇവന്റെ അപ്പനമ്മമാരോ പാപം ചെയ്തിട്ടില്ല, ദൈവപ്രവൃത്തി അവങ്കൽ വെളിവാകേണ്ടതിനത്രേ. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ഹല്ലേലൂയ. ഇന്നത്തെ ദൂത് നമ്മളിലേക്ക് വന്നു കഴിഞ്ഞു. ഹല്ലേലൂയ. നിങ്ങളുടെ വിഷയം എന്താണെങ്കിലും ഇന്ന് പകൽക്കാലം ദൈവം എന്തിലാണ് സന്തോഷിക്കുന്നത്, ദൈവം എന്താണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? സ്തോത്രം. വിഷയങ്ങളുടെ ഗൗരവം ഓർത്ത്, അതിന്റെ ഗാംഭീര്യം ഓർത്ത്, അതിന്റെ പഴക്കമോർത്ത്, അതിന്റെ ആഴമോർത്ത്, അതിന്റെ കുരുക്കിന്റെ സ്തോത്രം, ആ കുരുക്കിന്റെ സ്തോത്രം, ആ ഡെപ്ത് ഓർത്തൊന്നും നമ്മൾ വിഷമിക്കണ്ട. മാനസാന്തരപ്പെട്ട് നമ്മുടെ ഹൃദയം നമ്മൾ ദൈവസന്നിധിയിലേക്ക് ഒന്ന് ഏൽപ്പിക്കുമ്പോൾ ദൈവത്തെ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ കഴിയും. ദൈവത്തിന് പ്രവർത്തിക്കുവാൻ കഴിയും. യേശു പറയുകയാണ്, സ്തോത്രം, ഹല്ലേലൂയ, ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുവാൻ. അതിന് യേശു എങ്കിലും അവന്റെ അമ്മയപ്പന്മാരെങ്കിലും പാപം ചെയ്തിട്ടില്ല, ദൈവപ്രവൃത്തി അവങ്കൽ വെളിവാകേണ്ടതിനത്രേ. ആ കരം ഒന്ന് ഉയർത്തിപ്പിടിക്കാൻ. ദൈവപ്രവൃത്തി. ഇന്ന് പകൽക്കാലം സ്തോത്രം. യേശു ആരാണ്? അത്ഭുതങ്ങളും അടയാളങ്ങളും ദൈവപ്രവൃത്തികളും വീര്യപ്രവൃത്തികളും ചെയ്യുന്ന ഒരു യജമാനനാണ്, അഭിഷിക്തനാണ്. ഇന്ന് പകൽക്കാലം ഈ അടയാളം നമ്മളോട് വിളിച്ചു പറയുന്നത്, that my God is master over creation. ആമേൻ. ഹല്ലേലൂയ. സൃഷ്ടിപ്പിന്റെ മീതെ അധികാരമുള്ള ദൈവമാണ്, യജമാനനാണ്. ഇല്ലാത്തതിനെ ഉളവാക്കുവാൻ കഴിയുന്നവനാണ്. He's a master over creation. ഇല്ല എല്ലാം കുഴഞ്ഞടക്കുക, എല്ലാം അടഞ്ഞു കിടക്കുക. കണ്ണ് ജന്മനാ കുരുടനാണ്. നീ അത് സർജറി ചെയ്ത് ശരിയാക്കാൻ പറ്റത്തില്ല, മരുന്നൊഴിച്ച് ശരിയാക്കാൻ പറ്റത്തില്ല. അവിടെ ഒരു സൃഷ്ടിപ്പ് നടക്കണം. ഇന്ന് പകൽക്കാലം തിരുവല്ലയിൽ സൃഷ്ടിപ്പുകൾ നടക്കുന്ന ഒരു ദേശമായി. തിരുവല്ല will be known as a city, as a land of signs. ഇന്ന് പകൽക്കാലം ഈ ദൂത് ഇവിടെ പറയുമ്പോൾ ഇത് ഈ മീറ്റിംഗിൽ വേണ്ടി ഒതുങ്ങി നിൽക്കുന്ന ഒരു ദൂതല്ല, അടയാളങ്ങൾക്ക് വേണ്ടി. ഹല്ലേലൂയ. ഈ പട്ടണം ദൈവത്തിന്റെ അടയാളങ്ങൾക്ക് വേണ്ടി ഒരു ചൂണ്ടുപലകയായി ദൈവം ഈ പട്ടണത്തെ മാറ്റും. ഇവിടെ നടക്കുന്ന ദൈവപ്രവൃത്തികൾ മനുഷ്യരെ അതിശയിപ്പിക്കും. അതിശയം കൂടുന്ന രീതിയിൽ അത് വെറും അത്ഭുതങ്ങളായിട്ടല്ല, അത് ദൈവത്തിന്റെ അടയാളങ്ങളായി വെളിപ്പെടും. യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായത്തിൽ ജന്മനാ കുരുടനായ ഈ വ്യക്തി ഹല്ലേലൂയ സൗഖ്യം പ്രാപിക്കുകയാണ്. അതെങ്ങനെ നടന്നു നമുക്ക് വായിക്കാം. യെസ്. 4-ാമത്തെ വാക്യം, 3-ാമത്തെ വാക്യം. യെസ്. എന്നെ അയച്ചവന്റെ പ്രവൃത്തി പകൽ ഉള്ളിടത്തോളം നാം ചെയ്യേണ്ടതാകുന്നു. ആർക്കും പ്രവർത്തിച്ചുകൂടാത്ത രാത്രി വരുന്നു. ആർക്കും പ്രവർത്തിച്ചുകൂടാൻ കഴിയാത്ത രാത്രി വരുന്നു. ഞാൻ ലോകത്തിൽ ഇരിക്കുമ്പോൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു എന്ന് ഉത്തരം പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞിട്ട് അവൻ നിലത്ത് യേശു തുപ്പി, തുപ്പൽ കൊണ്ട് ചേറുണ്ടാക്കി ചേറ് അവന്റെ കണ്ണിന്മേൽ പൂശി നീ ചെന്ന് ശീലോഹാം കുളത്തിൽ കഴുകുക എന്ന് പറഞ്ഞു. ശീലോഹാം എന്നതിന് അയക്കപ്പെട്ടവൻ എന്നർത്ഥം. അവൻ പോയി കഴുകി കണ്ണ് കാണുന്നവനായി മടങ്ങി വന്നു. യേശുവിന് ഒരു വാക്ക് പറഞ്ഞാൽ പോരായിരുന്നോ? ഈ കുരുടനായ വ്യക്തി എന്തിനാ ഇത്രയും ബുദ്ധിമുട്ടിപ്പിച്ചേ? കർത്താവിനൊന്ന് തൊട്ടാ പോരായിരുന്നോ? എന്തിനാ തുപ്പി ചേറുണ്ടായി കണ്ണിൽ പൂശി ശീലോം കുളത്തിൽ വരെ പോകാൻ പറഞ്ഞേ? God was teaching him there is a way to miracles. Hallelujah. A way to miracles. 2 രാജാക്കന്മാർ 5-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം. സ്തോത്രം. ഹല്ലേലൂയ. ആരാം രാജ്യത്തിൽ നിന്ന് അവിടുത്തെ രാജാവിന്റെ ഏറ്റവും വലിയ പട്ടാളക്കാരനായ ഒരു മേധാവി, സമർത്ഥനായിരുന്നു. പക്ഷെ അവന്റെ വിഷയം
അവൻ കുഷ്ഠരോഗിയായിരുന്നു. യെസ്. ആരാം രാജാവിന്റെ സേനാപതിയായ നയമാൻ മുഖാന്തരം യഹോവ ആരാമിന് ജയം നൽകിയത് കൊണ്ട് അവന്റെ യജമാനൻ അവനെ മഹാനും മാന്യനായി എണ്ണിയിരിക്കുന്ന ഈ ഒരു മനുഷ്യൻ നാമാന്. യെസ്. അവൻ പരാക്രമശാലിയെങ്കിലും കുഷ്ഠരോഗിയായിരുന്നു. ഇന്ന് പകൽക്കാലം പലരുടെയും അവസ്ഥകൾ ഇങ്ങനെയാണ്. പല മേഖലകളിൽ നമ്മൾ സ്മാർട്ടാണ്, പക്ഷേ എവിടൊക്കെയോ വലിയ വിഷയങ്ങളാണ്. പരാക്രമശാലിയാണ്, മാന്യനാണ്, മഹാനാണ്, പക്ഷേ കുഷ്ഠം ബാധിച്ചിരിക്കാൻ ഇന്ന് ആരോടൊക്കെയോ ദൈവം ഇടപെടുന്നു. പ്രതിവിധി ഇല്ലാതെ ബുദ്ധിമുട്ടുകയാണ് വിഷയം. പക്ഷെ അതിന്റെ മധ്യത്തിൽ നമുക്കറിയാം, നാമാന്റെ വീട്ടിലുള്ള ആ കുഞ്ഞ്, യഹൂദ കുഞ്ഞ് പറഞ്ഞു, ഈ വിഷയത്തിൽ നമ്മളെ രക്ഷിക്കുവാൻ ഇസ്രായേലിന്റെ ദൈവത്തിന് കഴിയും. എന്റെ ദൈവം ആരാണ്? യഹൂദ രാജ്യത്തിൽ വളർന്ന അടിമയായി നാമാന്റെ വീട്ടിൽ ജോലി ചെയ്യുന്ന ആ കുഞ്ഞിന്റെ ഹൃദയത്തിലുള്ള വെളിപ്പാട് എന്താ? ഇസ്രായേലിന്റെ ദൈവം. ആ കരമുയർത്താം. കുഷ്ഠം മാറ്റുവാൻ കഴിയുന്ന ദൈവമാണ്. സ്തോത്രം. സാർ അവിടെ പോയാൽ അവിടെ അതിന് പ്രതിവിധിയുണ്ട്. എനിക്ക് ആരാന്നറിയത്തില്ല, പക്ഷെ അവിടെ എന്റെ ദൈവം ജീവിക്കുന്ന ദൈവമാണ്. അവിടെ പ്രവർത്തിക്കും. അവിടെ അതിനൊരു ഉത്തരവുണ്ട്. അങ്ങനെ സ്തോത്രം. നാമൻ വരുന്നു. നമുക്ക് ആ കഥയെല്ലാം അറിയില്ല. 10ാമത്തെ വാക്യം. യെസ്. എലീശ ആളയച്ച് നീ ചെന്ന് ജോർദാനിൽ 7 പ്രാവശ്യം കുളിക്കുക. അപ്പൊ എലീശയുടെ അടുത്ത് വന്നു. നാമാൻ എന്താ ചിന്തിച്ചത്? എലീശ വന്ന് ഭയങ്കര മേധാവിയായതുകൊണ്ട് കൈ അങ്ങോട്ട് വെച്ച് ദൂത് പറഞ്ഞ് നാമാൻ. എലീശ ഒന്നും ചെയ്യുന്നില്ല. എലീശ എന്താ ചെയ്യുന്നത്? നീ പോയി യോർദാനിൽ 7 പ്രാവശ്യം. ഇന്ന് ആരോടൊക്കെയാ? സിമ്പിൾ acts of obedience in faith will open the door for your miracles. Hallelujah. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ കൈമാറുവാനുള്ള ദൂത്. It's not just for one miracle, a lifestyle of miracle. അത്ഭുതങ്ങളുടെ ഒരു ഉത്സവം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുഭവിക്കണമെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഹേമിക്കുന്ന, ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് ദൈവം ഇടപെടുന്ന ആ വാക്ക് യുക്തിക്കും ബുദ്ധിക്കും അതീതമായി നാം അത് അനുസരിച്ച്, നാം അത് വിശ്വസിച്ച്, somebody take a step forward and I believe God. I believe. രാത്രി മൊത്തവും ശിമോൻ ഒന്നും പിടിച്ചില്ല. അവൻ അറിയാം അവിടെ മീനില്ലെന്ന്. പക്ഷെ ഗുരു അങ്ങയുടെ വാക്കിൽ ഞാൻ വലയിടാം. That's faith in action. That's the way for a miracle. That's the way for a miracle. ഒരു അത്ഭുതത്തിന് വേണ്ടിയുള്ള, ഒരു ദൈവ പ്രവൃത്തിക്ക് വേണ്ടിയുള്ള miracles don't just happen. അത്ഭുതങ്ങൾ വെറുതെ ഉണ്ടാകുകയില്ല. Miracles happen when we believe God and step out. ഇന്ന് എത്ര പേര് വിശ്വസിച്ച്, ദൈവത്തെ വിശ്വസിച്ച്, പരിശുദ്ധാത്മാവിന്റെ വാക്ക് കേട്ട് ശിമോൻ പറയുക, രാത്രി മൊത്തം ഞാൻ അധ്വാനിച്ചു, എന്റെ യുക്തി പറയുന്നു, ബുദ്ധി പറയുന്നു, നോ 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 നോ. പക്ഷെ എന്റെ ബോട്ടിൽ നിൽക്കുന്ന ഹല്ലേലൂയ യേശുവിനെ എനിക്ക് മനസ്സിലായി. ആ വാക്കിൽ ഞാൻ വലയിടും. എത്ര പേര് അങ്ങനെ ഒന്ന് പറയും, കർത്താവേ സ്തോത്രം. ആ വാക്കിൽ, ആ വാക്കിൽ, ആ വാക്കിൽ, ആ വാക്കിൽ. ഇന്ന് പകൽക്കാലം നിങ്ങളുടെ ബ്രേക്ക് ത്രൂവിന്റെ ദിവസമാണ്. നിങ്ങളുടെ ശുശ്രൂഷയിലുള്ള ബ്രേക്ക് ത്രൂവിന്റെ ദിവസമാണ്. നിങ്ങളുടെ സാമ്പത്തിക മണ്ഡലത്തിൽ, ആരോഗ്യത്തിൽ. May this be a day when you've learned a way of God. ദൈവത്തിന്റെ ഒരു വഴി പഠിച്ച. അപ്പോൾ എലീശ പറയുക എന്താ? ഈ മഹാനായ, ഇല്ലേ, പരാക്രമശാലിയായ, മാന്യനായ ഈ വ്യക്തിയോട് എന്താ പറയുന്നേ? യോർദാനിൽ 7 പ്രാവശ്യം. 7 പ്രാവശ്യം. 7 പ്രാവശ്യം. അപ്പൊ എന്ത് സംഭവിച്ചു നാമാന്? നാമാന് ഭയങ്കര ഒഫൻസ് ആയി. നാമാന് ഭയങ്കര ഇടർച്ചയായി. അപ്പോൾ നിന്റെ ദേഹം മുമ്പിലത്തേതുപോലെയായി, നീ ശുദ്ധനാകുമെന്ന് പറയിച്ചു. നീ ശുദ്ധനാകും. നീ ഒരു കാര്യം ചെയ്യും, യോർദാനിൽ 7 പ്രാവശ്യം മുങ്ങണം. അപ്പോൾ യജമാനൻ ഏറ്റവും ക്രുദ്ധിച്ചു. പുറപ്പെട്ട അവൻ തന്നെ പുറത്തു വന്ന് അടുത്തു നിന്ന് തന്റെ ദൈവമായ യഹോവയുടെ നാമത്തെ വിളിച്ച് പ്രാർത്ഥിച്ച് തന്റെ കൈ ആ സ്ഥലത്തിന് മീതെ ആട്ടി, അങ്ങനെ കുഷ്ഠരോഗിയെ സൗഖ്യമാക്കുമെന്ന് ഞാൻ വിചാരിച്ചു. കുഷ്ഠരോഗി കൈ ആട്ടി എന്താ ഒരു ഒരു അനോയിന്റിംഗ് നമ്മൾ ചെയ്തതുപോലെയൊക്കെ ചെയ്യുന്നൊക്കെ വിചാരിച്ചു. ദമസ്കസിലെ നദികളായ അബാനയും പർപ്പയും. അബാനയും ഫർഫാർ എന്ന് പറഞ്ഞ വളരെ മനോഹരമായ നദികൾ ദമസ്കസിലുണ്ടല്ലോ. ഇസ്രായേലിലെ എല്ലാ വെള്ളത്തെക്കാളും നല്ലതല്ലയോ? ഇസ്രായേലിലെ എല്ലാ വെള്ളത്തെക്കാൾ നല്ലതല്ലോ. അയാൾ എന്താ അങ്ങ് ദേഷ്യപ്പെട്ടു, ഇല്ലേ? അങ്ങ് ഹൃദയത്തിൽ മുറിവേറ്റു, ഇല്ലേ? ഇടറിപ്പോയി. പക്ഷെ കൂടെ നിൽക്കുന്നവര് പറഞ്ഞു, ആ വാക്ക് എന്താ അങ്ങ് അനുസരിക്കാം. 14ാമത്തെ വാക്യം. സ്തോത്രം. മനസ്സോടെ സ്തോത്രം. ആ വാക്ക് അനുസരിച്ചു. അപ്പോൾ അവൻ ചെന്ന് ദൈവപുരുഷന്റെ വചനപ്രകാരം ജോർദാനിൽ 7 പ്രാവശ്യം മുങ്ങി. 7 പ്രാവശ്യം മുങ്ങി.
അവന്റെ ദേഹം ചെറിയ ബാലന്റെ ദേഹം പോലെയായി. അവൻ ശുദ്ധനായി തീർന്നു. ഹല്ലേലൂയ. അവന്റെ ദേഹം ഒരു ബാലന്റെ ഹൃദയം പോലെ. ഇന്ന് പകൽക്കാലം എന്തൊക്കെയോ സ്തോത്രം ഹല്ലേലൂയ ദൈവം പ്രവർത്തിക്കുന്നു. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, ആ കരങ്ങളെ ഉയർത്തിപ്പിടിക്കുക. സ്തോത്രം ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ അത്ഭുതം നമ്മുടെ മധ്യത്തിലേക്ക് ഒഴുകുകയാണ്. ഹല്ലേലൂയ.